ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 625 കോടി ജനമുണ്ട് 194 രാജ്യങ്ങളിൽ. ഈ 625 കോടി ജനങ്ങളെയും പ്രത്യക്ഷമായി ബാധിക്കാൻ പോകുന്ന 2-3 സംഭവങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളതാണ്. ഇറ്റ്സ് വെരി സീരിയസ്. അതുകൊണ്ട് മുഖവരകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വളരെ മനോഹരമായ ഒരു ലോകമെന്ന് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഒരു കോസ്മോപോളിറ്റൻ പട്ടണത്തിന്റെ പാർശ്വഭാഗത്താണ് ഈ മീറ്റിംഗ്. അതിസുന്ദരമായ ഒരു ലോകമെന്ന് തോന്നത്തക്ക വിധത്തിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം നിരവധി ഉപഹാരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സോ മെനി കോംപ്ലിമെന്റ്സ് ഹാസ് ഗിവൺ ബൈ മോഡേൺ സയൻസ് ടു അസ്. വി ആർ എൻജോയിങ് ദാറ്റ്. നമ്മളതെല്ലാം അനുഭവിക്കുകയാണ്. എത്ര സൗകര്യങ്ങളാണ് ഈ തലമുറ. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഈ തലമുറയ്ക്ക് അവർ ഒരു പേരിട്ടിട്ടുണ്ട് ഈ യുഗത്തിന്, ഏജ് ഓഫ് ഹൈടെക്. ഇതൊരു ഹൈടെക് യുഗമാണ്. അത്ര കണ്ടുപിടുത്തങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ കിടക്കുന്ന മുട്ടുസൂചി എടുക്കാൻ വരെ മിഷ്യനായി കഴിഞ്ഞു ഇല്ലേ? എത്ര സൗകര്യമാണ് ജീവിതം. ലാഘവമില്ലാത്ത ജീവിതം എന്ന് തോന്നത്തക്കവണ്ണം മെക്കാനിക്കൽ പവർ നമ്മളെ എല്ലാം ഒരു വിധത്തിൽ സഹായിക്കുന്നു. അതിൻ്റെ അനുഭവങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. യാത്ര എത്ര സുഗമം. ഇന്ന് വൈകുന്നേരം നെടുമ്പാശ്ശേരിയിൽ അത്താഴം കഴിച്ചാൽ നാളെ വൈകുന്നേരം ഭൂമിയുടെ മറുഭാഗത്ത് കാലിഫോർണിയയിൽ പോയി അത്താഴം കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അത്ര സൗകര്യമാണ്. വീടുകൾ, എൻ്റെ നോവൽ ഭാഷയെ പറഞ്ഞാൽ 100 വർഷം മുമ്പേ ജനിച്ച് മരിച്ച ഒരു അപ്പച്ചനെ പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്നത്തെ വീട് കൊണ്ട് കാണിച്ചാൽ 2 മിനിറ്റിനകം തലയിറങ്ങി താഴെ വീഴും. അത്ര മനോഹരമായ ഗേഹങ്ങളാണ് വീടുകൾ അല്ലേ? വസ്ത്രങ്ങൾ പഴയ കാലത്തെ എന്തുടുക്കും, ഇന്ന് ഏതുടുക്കും. പൂത്ത സാരിയും പാൻറ്റും കമ്പോർഡിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വെച്ച് നമ്മളെ ഉണക്കിയെടുക്കുക. കൺവീനിയൻസ്. നല്ല ഭക്ഷണം. ഒത്തിരി വിശദീകരിക്കാനുണ്ട്. അത്രത്തോളം അനുഗ്രഹമാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിങ്ങൾക്കറിയാം. ബ്രോഡ്ബാൻഡിൽ നിൽക്കുക. വെറും നിസ്സാര ചെലവിൽ അമേരിക്കയിലെ ആളിനെ കണ്ട് സംസാരിക്കാം. ബ്രോഡ്ബാൻഡ് സിസ്റ്റം. അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ചു. അതൊന്ന് ഞാൻ വേണമെന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെ ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അമേരിക്കയിൽ കഴിയുന്നവരെല്ലാം യൂറോപ്യൻസിൻ്റെ റിലേറ്റീവ്സാണ്. ആ പ്രസിഡന്റിനെ വെടിവെച്ചു കൊന്ന വാർത്ത ഫ്രാൻസിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ കപ്പൽ യാത്രക്കാർ വന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് വെടികൊണ്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ ന്യൂസ് വന്നത്. അതേ രാജ്യത്തിലെ മറ്റൊരു പ്രസിഡന്റ് കെന്നഡിയെ ഡാളസിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് ലൈവായി ഈ ഫ്രാൻസുകാർ TV കണ്ടു. ആ പുരോഗതി നിങ്ങൾ നോക്കിക്കേ. തീർന്നില്ല. 970-80 വരെ ടെലിഫോൺ സാമാന്യം സമ്പന്നതയുള്ള ആളുകളുടെ വീട്ടിൽ മാത്രം. 990 വന്നപ്പോൾ ബിസിനസ്സുകാരുടെ കടകളിലൊക്കെയായി. അവിടെ ഒന്നും ആയില്ല. 995-6 വന്നപ്പോൾ മിക്കവാറും വീടുകളിലായി അല്ലേ? 2001 വന്നപ്പം പെൺപിള്ളേരുടെ ബാഗിനകത്ത് വരെയായി അല്ലേ? 2009 വന്നപ്പോൾ ഒരു മൊബൈലിൽ 2 സിം കാർഡ്. ആ സൗകര്യം നോക്കിക്കേ. അത്ര ഡെവലപ്ഡ് വേൾഡായത് നമ്മൾ നിൽക്കുന്നത്. അത്ര പുരോഗമിച്ച ലോകത്തിൽ നമ്മൾ നിൽക്കുന്നു. ഇതെല്ലാം ഇനിയുമോ ശാസ്ത്രം ഇനിയും കൊണ്ട് വെക്കുന്ന കോംപ്ലിമെൻ്റ് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാ. ക്യാൻസർ, ലോകത്തിൽ മനുഷ്യൻ ഭയപ്പെടുന്ന രോഗമാണ് ക്യാൻസർ. അതിന് ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് കീമോതെറാപ്പി, റേഡിയേഷൻ, ഇതൊക്കെയാണല്ലോ, സർജറി. എന്നാൽ ഇനി ക്യാൻസർ രോഗിയെ പേടിച്ചോടും. ക്യാൻസർ വന്നാൽ ക്യാൻസറിൻ്റെ അണുവിൻ്റെ പേര് ഓങ്കോജിൻ. ശരീരത്തിൽ വന്നാൽ ഓങ്കോജിൻ ഇറങ്ങി ഓടും. പോലീസുകാരനെ കാണുന്ന കള്ളൻ ഓടുന്ന പോലെ. ഒരു വെറും നിസ്സാര ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞേ അധികം ഒന്നും കഴിക്കേണ്ട. 6 കോഴിമുട്ട, നമ്മുടെ കോഴിയുടെ അല്ല, അവർ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്ന ട്രാൻസ്ജനിക് ചിക്കൻ, അതിൻ്റെ 6 മുട്ട കഴിച്ചാൽ മതി ക്യാൻസർ തെറിച്ചു മാറും. കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എപ്പോഴും കാണാൻ മേലെ കാക്കനാട് 3 ബെഡ്റൂം വീട്
അല്ലേ? ട്രിവാൻഡ്രത്തെ ബാക്ക് വാട്ടേഴ്സ്, അതെല്ലാം പഴഞ്ചൻ പരിഷ്കാരം വാർത്തയാ. പുതിയ വാർത്ത വരാൻ പോകുന്ന അങ്ങനല്ല. 3 ബെഡ്റൂം, 3 ടോയ്ലറ്റ്, കാർ പോർച്ച് മാത്രമില്ല. വീട് എവിടാന്നറിയാമോ? കാക്കനാട്ടല്ല, ശൂന്യാകാശത്തിലാ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പണം കൊടുത്താൽ മതി. അവർ കാർ പോർച്ചില്ല, കാരണം വണ്ടി ഓടേണ്ട കാര്യമില്ല. അവിടുത്തെ അവിടുത്തെ വീടിന്റെ പ്രത്യേകത, അവിടെ 7 വർഷം ജീവിച്ചാൽ കൊച്ചിയിൽ 70 വർഷം ജീവിക്കുന്ന എഫക്റ്റ്. അതായത് ശൂന്യാകാശത്തെ 1 വർഷം, ഭൂമിയിലെ 10 വർഷമാണ്. അപ്പൊ ഇവിടെ ഈ 70 വർഷത്തെ പാടും ദുരിതം ഒന്നുമില്ല. 7 വർഷം അവിടെ ജീവിച്ചാൽ മതി. 70 വർഷത്തിന്റെ എഫക്റ്റ്. എത്ര സന്തോഷം അല്ലേ? കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക പുതിയ പരിപാടികൾ, തീർന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ലോകം മുഴുവൻ ചെറുപ്പക്കാരും പ്രായമുള്ളവർക്കും കുടുംബക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു ടെൻഷൻ, ഒരു തലവേദന. ഈ ആധുനിക ലോകത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയില്ലേ ജീവിക്കാനൊക്കത്തില്ല. പ്രായമുള്ള അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവരെ നോക്കാൻ ആളില്ല. ലോകം മുഴുവൻ കേരളത്തിൽ ഒരു വലിയ തലവേദന നമുക്കറിയാം. കുഞ്ഞുങ്ങളെ നോക്കുവാൻ, അപ്പച്ചനെ നോക്കാൻ, സുഖമില്ലാത്ത പിതാവിനെ നോക്കാൻ ആളില്ല. കിട്ടിയാൽ തന്നെ ഭയങ്കര ശമ്പളം, വിശ്വസ്തരല്ല, പല തകരാറുകളെ ഏജൻസിക്കാർ അയച്ചു തരും. അവർക്ക് കമ്മീഷൻ, ഇവർക്ക് പ്രതിമാസം ശമ്പളം, പല സാധനങ്ങളും മോഷണം പോകും, ഫോൺ ബില്ല് കൂടും, ഇല്ലേ? ലോകം മുഴുവൻ ഇതിനെ ജപ്പാൻകാരൊരു നല്ലൊരു പ്രതിവിധി കഴിഞ്ഞു, ഒക്ടോബറിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒരിക്കൽ മാത്രം ശമ്പളം കൊടുത്താൽ മതി. സുന്ദരിയായ വേലക്കാരത്തി, ഭക്ഷണം കൊടുക്കേണ്ടവക്കെ, ഫോൺ വിളിക്കത്തില്ല, തൊടത്തില്ല, ഫോണിൽ ഇഷ്ടമുള്ള പാട്ടുപാടി, പറയുന്ന പാട്ടുപാടി കുഞ്ഞിനെ ഉറക്കും. പറയുന്ന സമയത്ത് അപ്പച്ചന് ഭക്ഷണം കൊടുക്കും. ഒരു സാധനം എടുത്ത് കഴിക്കത്തില്ല, ശമ്പളവും കൊടുക്കണ്ട, മേടിക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി. പിന്നെ എന്ന് റെഡി, ഉറങ്ങത്ത് പോലുമില്ല. അത്ര നല്ലൊരു വേലക്കാരത്തി. ഒറ്റ കാര്യം ചെയ്താൽ മതി, 6 ആഴ്ച കൂടുമ്പം 6 ബാറ്ററി മാറ്റി കൊടുക്കണം, ക്ലോക്കിന്റെ ബാറ്ററി മാറുന്ന പോലെ. ആ വേലക്കാരത്തിക്ക് അവരിട്ടിരിക്കുന്ന പേരാ മൈ സ്പൂൺ. ജപ്പാൻ പ്രധാനമന്ത്രി ആദ്യത്തെ പുള്ളിക്കാരത്തിയെ ഉദ്ഘാടനം ചെയ്തത്. വീട്ടിൽ വേലയ്ക്ക് കമ്പ്യൂട്ടർ വരാൻ പോകുന്നു, റോബോട്ട്. ഇന്ത്യയൊട്ടും പുറകിലല്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പ്രഗത്ഭന്മാർ, അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഹൈഡ്രജൻ സൂര്യനിൽ കത്തുന്നത് ഹീലിയം 3 ഏറ്റവും കൂടുതൽ ചെന്ന് വീഴുന്നത് ചന്ദ്രനില. ഇവിടുന്ന് 3.25 ലക്ഷം കിലോമീറ്റർ അകലെ. അവിടുന്ന് ഏതെങ്കിലും വിധത്തിൽ അധികം ഒന്നും കൊണ്ടുവരണ്ട, ഒരു 3000 ടൺ 3000 കിലോ ഹീലിയം ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 100 വർഷം ഫ്രീ കറണ്ട്. ഫ്രീ, പൈസ കൊടുക്കണ്ട. ബാക്കി പാകിസ്ഥാനി വിൽക്കാം. ഇടുക്കിയെല്ലാം അടച്ചിടാം, മൂഴിയാർ വേണ്ട. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 2040 സാധിക്കാവുന്ന ഒരു സ്വപ്നം കാണുന്നു. നടക്കട്ടെ. അപ്പോൾ തന്നെ അവരുടെ സഹപ്രവർത്തകർ പറയുന്നു 2040 ചന്ദ്രൻ ഉണ്ടായിട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളുടെ തേരോട്ടം നടത്തുന്ന ഈ ലോകത്തിൽ നിന്ന് പോകാൻ ആർക്കും ആഗ്രഹമില്ല. സിസ്റ്റമെല്ലാം മാറി, ഇല്ലേ? മരണമെന്ന് പറയുന്നതിന് അവധി കൊടുക്കുന്നു. മരണത്തിന്റെ സിസ്റ്റം എല്ലാം മാറിയ ഒരു ലോകത്തിൽ നമ്മൾ നിൽക്കുന്നു. പഴയ കാലത്ത് അപ്പനും അമ്മയും മക്കളുടെ മടി തലവെച്ച് മരിക്കും, ഇല്ലേ? അല്ലെ ഭർത്താവ് ഭാര്യയുടെ മടിയിൽ. ഇന്ന് ആ പണി വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഇല്ലേ? ഹോസ്പിറ്റലിൽ കയറ്റി, അവിടുന്ന് പ്രൊമോഷൻ, ICU, അവിടുന്ന് CCU, അവിടുന്ന് വെന്റിലേറ്റർ, അവിടുന്ന് മൊബൈൽ മോർച്ചറി. ഇങ്ങനൊരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിമർശിക്കുകയല്ല, ഒരു മെക്കാനിക്കൽ വേൾഡ്. ഈ ലോകം ഇത്ര മനോഹരമാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇതിനൊരു ഭീകരമായ മറുവശമുണ്ട്, ഒരു ഭയാനകമായ മറുവശം. ചില കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു, അതിന് ലക്ഷണമാണ്. ഞാൻ ആദ്യമേ നല്ലതെല്ലാം പറഞ്ഞപ്പോൾ സന്തോഷമായി തോന്നി, നിങ്ങളുടെ എല്ലാം മുഖം പ്രസന്നമായി ഇതെല്ലാം കേട്ടപ്പോൾ. എന്നാൽ ഭീകരമായൊരു വിഷയം കേട്ടുകൊള്ളുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങൾ 2005 വരെ കിട്ടിയ കണക്കനുസരിച്ച് 1,50,000 ആറ്റമായുധം ഈ ഭൂമിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 1,50,000 of atom weapon has arranged on this world. അത് നിർമ്മിച്ച ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്, ഒന്നിച്ചു പൊട്ടിച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും 2 മിനിറ്റിനകം 12 പ്രാവശ്യം കൊല്ലാം. അപകടം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ലോക നേതാവിന്റെ മനസ്സിലൊരു ദുർബുദ്ധി തോന്നി, റിമോട്ട് അടിച്ചാൽ മതി. അമേരിക്കയുടെ ശക്തമായ മിസൈൽ ഇരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നും 1600 കിലോമീറ്റർ തെക്ക് വശത്തിരിപ്പുണ്ട്. അവിടെ ഒരു ദ്വീപുണ്ട്, ദിഗോഷ്യ. അവിടെ ഇരിക്കുന്ന മിസൈലിന്റെ അവരുടെ ഓമനപ്പേര് കേൾക്കണോ? നമ്മൾ കുഞ്ഞുങ്ങളെ വിളിക്കത്തില്ലേ മോനെ കുട്ടപ്പ? അതുപോലെ അവരിട്ടിരിക്കുന്ന ഓമനപ്പേരാ മിട്രീവ്. ഫുൾ നെയിം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ.
അതിൻ്റെ റിമോട്ട് ഇരിക്കുന്നത് വാഷിങ്ടൺ DC-യിൽ. അവിടെ അത് അടിച്ചാൽ മതി. ഇവിടുന്ന് ഇത് പൊങ്ങി ഇന്ത്യയെ തകർത്ത് തിരിച്ചു എന്നിട്ട് ടിബറ്റിനെ തകർത്ത് തിരിച്ചു എന്നിട്ട് ചൈനയെ വരെ തകർക്കുന്ന സാധനം ഇരിപ്പുണ്ട്. അപകടത്തിലാണോ നിങ്ങൾ നോക്ക് ലോകം. 1,80,000 മാറ്റമായത്. മറുവശത്ത് നോക്കിക്കേ, ഈ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും തലവേദനയുള്ളൊരു വിഷയം. കൊച്ചി മേയർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ, അമേരിക്കൻ പ്രസിഡന്റ് മുതൽ അമേരിക്കയിലെ കൗൺസിലർ വരെ, സാധാരണ പോലീസുകാരൻ മുതൽ IG വരെ, സാധാരണ പട്ടാളക്കാരൻ മുതൽ കമാൻഡർ ഇൻ ചീഫിന് വരെ തലവേദന ഒരു വിഷയമുണ്ട് ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും. പരിഹാരം സാധിക്കുന്നില്ല. അവർക്ക് പരിഹാരത്തിനൊരു വഴി കാണുന്നില്ല. നിങ്ങളിലും ചിലർക്കെങ്കിലും അതിൽ വാർത്ത കാണുന്നില്ലേ? എന്താണ് ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദം, ടെററിസം? ഏതെങ്കിലും രാജ്യം അവകാശപ്പെടുന്നുണ്ടോ ഞങ്ങൾ തുടച്ചു മാറ്റാമെന്ന്? ശക്തന്മാരായ അമേരിക്ക പറയുന്നുണ്ടോ ഞങ്ങൾ ടെററിസം തുടച്ചു മാറ്റാം? തീവ്രവാദം ഇല്ലേ? ബോംബെയിലെ നമ്മുടെ താജ്മഹൽ ഹോട്ടലിൽ കയറി ഇന്ത്യയെ ഒരാഴ്ച മുൻമുനെ നിർത്തിയില്ലേ? അമേരിക്കയുടെ 2011 എന്ന് പറയുന്ന അക്ഷരം കേൾക്കുമ്പോൾ സെപ്റ്റംബർ 11 എന്ന് അമേരിക്കക്കാരൻ പറയും. 2006 കേൾക്കുമ്പോഴേ അവർക്ക് ഭയം. 1451 അടി പൊക്കമുണ്ടായിരുന്ന ട്രേഡ് സെന്റർ 100 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ട് സീറോ. ലോകത്തിൽ എന്തുകൊണ്ട് തീവ്രവാദം വർദ്ധിച്ചു? പുറകെ നമ്മൾ ചിന്തിക്കും. ഇതിന് പരിഹാരം ഏതെങ്കിലും ഒരു രാജ്യം പറയുന്നുണ്ടോ ഞങ്ങൾ തീവ്രവാദം തുടച്ചു മാറ്റാം? ഏതെങ്കിലും ഒരു തീവ്രവാദിയെ വെടിവെക്കുന്നല്ലാതെ തീവ്രവാദം മാറ്റുന്നില്ല. എന്താണ് തീവ്രവാദി? അവന് മതമില്ലവനെ, അവന് രാഷ്ട്രീയമില്ല. 3 പരിപാടി: മോട്ടിക്കുക, അറക്കുക, മുടിക്കുക. തീവ്രവാദം പെരുകിയിട്ടില്ലേ? ഉത്തരം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ട് ഈ തീവ്രവാദികൾ പെരുകി? ബൈബിൾ പഠിച്ചാൽ കാണാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തീവ്രവാദം പെരുകുന്നതിന്റെ കാരണം പറയുന്നുണ്ട്. വേഗം വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. യെസ്, അവൻ ഒരു ആഴ്ച 26-ാം വാക്യം വായിക്കാം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന്. ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ കാര്യം. അനോയിന്റഡ് പേഴ്സൺ വിൽ ബി സ്ലെയിൻ. അവൻ ആരുമില്ലെന്ന് വരും. അടുത്ത വാക്യം, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു. കർത്താവ് പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. ആരാണെന്നറിയാമോ? വരുവാനിരിക്കുന്ന പ്രഭു. ഈ ലോകം ഭരിക്കാൻ ഒരുവൻ വരാൻ പോവുക. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ലോകം ഒരു വൺ വേൾഡ് റൂളർ വരാൻ പോവുക. വരുവാനിരിക്കുന്ന പ്രഭു. ക്രൈസ്തവരുടെ ഭാഷയിൽ അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, പിശാച്. നോക്കിക്കേ, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഞാൻ വന്നതുപോലെ അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കൊച്ചി നഗരത്തിൽ വരികയാണെങ്കിൽ വരുവാൻ പ്ലാൻ ഇടുന്ന അന്ന് മുതൽ ഈ കൊച്ചി നഗരത്തിൽ പ്രത്യേക ഓഫീസാവും. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിക്കുന്നതിന് മുൻപ് ഇവിടെ മുഴുവൻ പോലീസ് സന്നാഹമാവും. ഏത് സ്ഥലത്ത് അദ്ദേഹം ഫംഗ്ഷന് വരുന്നോ അത് മുഴുവൻ പോലീസിന്റെ കയ്യിലൊതുങ്ങും. സെക്യൂരിറ്റി എല്ലാ കാര്യം ചെയ്യും. ഇതുപോലെ 7 വർഷത്തേക്ക് ഈ ലോകം ഭരിക്കാൻ സാത്താൻ വരാൻ പോകുക, പിശാച്. അതിന്റെ മുന്നോടിയാണ് അവന്റെ പിണിയാളുകൾ. നോക്കിക്കേ, വരുവാൻ ഇരിക്കുന്ന പ്രഭുവിന്റെ പടയല്ല, പടജനം. പീപ്പിൾ ഓഫ് ദ പ്രിൻസ്. ജനം പടയായത്. തീവ്രവാദികൾ ആരാ? ഒരു പട്ടാളക്കാരുമല്ല, സാധാരണക്കാർ. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളാം. ഞാൻ ആഗമമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ നിൽക്കുന്ന ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല. ഐ ആം നോട്ട് എ സ്പോക്ക് മാൻ ഓഫ് എനി പർട്ടിക്കുലർ ചർച്ച്. ഒരു സഭയുടെ ആളായിട്ടല്ല നിൽക്കുന്നത്. സ്വർഗം എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ പറയാനാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വി വിൽ കണ്ടോണം. നോക്കിക്കേ, ഈ ലോകത്തിൽ സമാധാനം തകർത്തതിന്റെ കാരണം വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്ന പുള്ളി 7 വർഷം ഈ ലോകം തകർക്കും. അതിന് മുന്നോടിയായി അവന്റെ ആളുകളാണ് തീവ്രവാദികൾ. അതൊരു രാഷ്ട്രീയമല്ല, ഒരു മതമല്ല. തകർക്കുക, നശിപ്പിക്കുക. തീർന്നില്ലേ? എല്ലാ രാജ്യങ്ങളും ആ ഭീതിയിലല്ലേ? എല്ലാ രാജ്യങ്ങളും ആ ഭീതിയിലല്ലേ? മറുവശത്ത് നിങ്ങൾ നോക്കിക്കേ, ബിസിനസ്സുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സാധാരണ വീട്ടമ്മമാരെക്കാൾ അവർക്കറിയാം. എക്കണോമിക്കൽ ക്രൈസിസ്, സമ്പദ്ഘടനയുടെ നട്ടല്ലൊടിഞ്ഞു. ബിസിനസ്സുകൾ ഇങ്ങനെ ഒരു മാതിരി അങ്ങ് പോകുന്നു ഇല്ലേ? ഒരു 10-30 വർഷമായി പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ട്. എൻറോൺ, ലോക പ്രശസ്തമായ കമ്പനി, അമേരിക്കയുടെ, ഇന്ത്യയെ വിലക്ക് മേടിക്കാമെന്നൊക്കെ പൈസ ഉണ്ടായിരുന്നവർ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതിന്റെ ചെയർമാൻ ആത്മഹത്യ ചെയ്തു. സമ്പദ്ഘടന തകർന്നില്ലേ? അമേരിക്കയിൽ നിന്ന് 1 കിലോ ആപ്പിൾ ഒരു അമേരിക്കൻ പൗരൻ മേടിക്കണമെങ്കിൽ 3 പ്രാവശ്യം ചിന്തിക്കും.
ലോകത്തിൽ എന്തുകൊണ്ട് സമ്പദ്ഘടന തകരുന്നു? എത്ര ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്യുന്നു? കടക്കണി. ഞാൻ ചിലതിൻ്റെയൊക്കെ ഉത്തരം കൂടെ പറയാം. ലോകത്തിന്റെ മുഴുവൻ എക്കണോമി ഒരുത്തന്റെ കയ്യിൽ കിട്ടും, പിശാചിന്റെ കയ്യിൽ. അതിന്റെ മുന്നോടിയാ എക്കണോമിക്കൽ ക്രൈസിസ്. അടുത്തത് നോക്കിക്കേ, കാലാവസ്ഥ കലിതുള്ളുന്നില്ലേ? സൈറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും ആർക്കെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ ഒക്കുമോ ഇന്നത്തെ കാലാവസ്ഥ? എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇത് കർക്കിടക മാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മലയാളി പുതപ്പല്ല, കമ്പിളി പുതയ്ക്കുന്നതാ കർക്കിടകം ഇല്ലേ? ഇന്ന് മലയാളി ഉറങ്ങണമെങ്കിൽ ഫാൻ ഇടണം, AC വേണം. കാലാവസ്ഥ മാറിയില്ലേ? 98.4 ഡിഗ്രിയാണ് എൻ്റെ നിങ്ങളുടെയും ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ. അതിൽ ജീവിക്കണമെങ്കിൽ ഈ ഭൂമിക്ക് ആവറേജ് 20 ഡിഗ്രി ആയിരുന്നു. അതെല്ലാം പോയി. സയൻസ് പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യർക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒക്കത്തില്ല. കാലാവസ്ഥ അമ്പേതകിടം മറിഞ്ഞു. മെഡിക്കൽ സയൻസ് വളരെ പുരോഗമിച്ചു. നിങ്ങളുടെ ഈ കോസ്മോപോളിറ്റൻ പട്ടണത്തിൽ പ്രശസ്തമായ ഹോസ്പിറ്റലില്ലേ? അവയവങ്ങൾ പറിച്ചു നടന്നില്ലേ? വളരെയധികം മെഡിക്കൽ സയൻസ് പുരോഗമിച്ചില്ലേ? എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, രോഗമില്ലാത്ത ഒരു വ്യക്തിയുണ്ടോ ഇവിടെ കൈ ഉയർത്താൻ? എന്തുകൊണ്ട്? ഈ ലോകം രോഗികളുടെ കൂടാരമായി. കുഞ്ഞുങ്ങൾ പോലും പറയും കാലിന് വേദന. Praise the Lord. രോഗം, മാരകമായ രോഗം, ചെറുതും വലുതും മനുഷ്യനെ തകർക്കുന്നു. രോഗം വർദ്ധിച്ചു. മറുവശത്ത് കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ വിവാഹമോചനം കേട്ടിട്ടുണ്ടോ? ഇന്നോ എവിടെ ചെന്നെത്തുന്നു? മാതൃപിതൃ ബന്ധം, മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധം, അപ്പനെ സ്നേഹമില്ലാത്ത മക്കൾ, മക്കളെ കരുതാത്ത പിതാവും മാതാവും വർദ്ധിച്ചില്ലേ? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധങ്ങൾ, ബ്രോക്കൺ ഫാമിലി കണക്ഷൻസ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിഞ്ച നൂല് പോലെ എപ്പോഴും തകരാം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, പഴയ കാലത്തൊക്കെ മോൻ വീട്ടിലോട്ട് കയറി വന്നാൽ അപ്പൻ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടേൽ അണ്ട പപ്പ ഇരിക്കുന്നത് പറഞ്ഞ് അവൻ സൈഡ് മാറിപ്പോവും. ഇന്നോ മോൻ കയറി വരുമ്പം അപ്പൻ ഇറങ്ങി കാറെടുത്ത് സ്ഥലം വിടും, ചേർക്കാൻ വരുന്നെന്നും പറഞ്ഞു. ഇല്ലേ? എന്താ കാരണം? ഒടുവിൽ ഞാൻ പറയട്ടെ, ആത്മീയമില്ലാത്ത ലോകത്തിന്റെ പുറകെ ഓടുന്ന ഒരു വലിയ സമൂഹം, ക്രിസ്തുവില്ലാത്ത ക്രിസ്തു സഭകൾ, മായാലോകത്തിൽ കഴിയുന്ന യൗവനക്കാർ, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്, 2 ബിസിനസ്സാണ് നടക്കുന്നത് ഇവിടെ. മയക്കുമരുന്ന്, കോടികൾ. ഈ ലോകത്തിൽ നടക്കുന്നത് ഏറ്റവും വലിയ ബിസിനസ് മയക്കുമരുന്ന്. 2 ഏറ്റവും വലിയ ബിസിനസ് വ്യഭിചാരം. ഇല്ലേ? കൊച്ചി പട്ടണം ഇന്റർനെറ്റ് വഴിയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞ വാർത്ത. ഇന്റർനെറ്റ് വഴി, മൊബൈൽ ഫോൺ വഴി. എന്താ കാര്യം? അത് പറയാൻ പോകുക. ഈ സിസ്റ്റം മാറാൻ പോകുക ഈ തലമുറയിൽ. ഏത് സിസ്റ്റം? ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? വ്യക്തമായ ഉദ്ദേശമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ലൈവ് 3 സിസ്റ്റം ഉണ്ട് ഇവിടെ. ജീവനുള്ള 3 സിസ്റ്റം, ജീവനില്ലാത്ത 2 സിസ്റ്റം. കല്ല്, മണ്ണ്, വായു. ജീവനില്ല, ചലിക്കത്തില്ല. വായു ചലിക്കും, മർദ്ദം മാറിയാൽ. കല്ല് ചലിക്കത്തില്ല. എന്നാൽ ജീവനുള്ള 3 സിസ്റ്റം: പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. സസ്യലോകം, ജന്തുലോകം, മനുഷ്യലോകം. ഇതിന് 3നും ജീവനാ. ഒരു ചക്കക്കുരു 1.5 ഇഞ്ച് നീളം കുഴിച്ചിട്ട് 8 വർഷം കഴിയുമ്പോൾ 38 അടി പൊക്കം. എന്താ കാര്യം? ജീവനുണ്ട്. ഇനി അല്പം കൂടെ ഡീപ്പായിട്ട് പറഞ്ഞാൽ, പാവയ്ക്കാട് ഒരു കുരു 4 ഇഞ്ച് നീളേ ഉള്ളൂ. കിച്ചൻ്റെ പുറയിൽ കുഴിച്ചിട്ടേ 15 ദിവസം കഴിയുമ്പം 1.5 അടിയിലൊരു വള്ളി. അതിന് കണ്ണുമില്ല, മൂക്കുമില്ല, ചെവിയുമില്ല. ഇല്ലേ? ആ വള്ളി അങ്ങനെ കയറി വരുമ്പം അതിൻ്റെ അങ്ങോട്ട് മാറി 1 മീറ്റർ അപ്പത്തൊരു കമ്പ് കുത്തിക്ക് ഇത് അങ്ങോട്ടേ പോകത്തുള്ളൂ. എവിടെ കമ്പ് കുത്തുന്നോ അങ്ങോട്ട് ഇതായും. ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാര്യം, അതിന് ജീവനുണ്ട്, ലൈഫുണ്ട്. എന്നാൽ അതിന് ആത്മാവില്ല, വെട്ടിയാ തീർന്നു. അടുത്തത് അല്പം കൂടെ കൂടിയ സിസ്റ്റമാ ആനിമൽ കിങ്ഡം. ഒരു പശു പ്രസവിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പട്ടണത്തിൽ താമസിക്കുന്നവരതൊന്നും നിങ്ങൾക്ക് അറിയാൻ മേല. ജനറലി ഞാൻ പറയുക, ഇന്ന് വൈകിട്ടൊരു പശു പ്രസവിക്കട്ടെ. ഇന്നത്തെ പശു അല്ല, തമ്പുരാൻ സൃഷ്ടിച്ച പശു പ്രസവിച്ചാൽ ആ കിടാവിനെ മാറ്റിയാൽ ആ നാട്ടുകാരും ആ പട്ടണത്തിലുള്ളവർ ഉറങ്ങത്തില്ല. അമ്മ പശു രാത്രി മുഴുവൻ ഉപവാസമല്ല, കരച്ചില്ല കുഞ്ഞിനെ നോക്കി. അല്ലേ? ആ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ന് വൈകിട്ട് പ്രസവിച്ച പശു ആ കിടാവിനെ അങ്ങ് മാറ്റി. ആ കിടാവ് ലോകം കണ്ടിട്ടില്ല. നാളെ രാവിലെ 6 മണിക്ക് ആ കിടാവിനെ ഒന്ന് അഴിച്ചുവിട്ട് ഒരു വഴിയും പറയേണ്ടത് നേരെ ഇങ്ങ് വരും. എങ്ങോട്ട് വരും?
അമ്മയുടെ ഒരിക്കൽ ഇല്ല അല്ലേ സിസ്റ്ററെ, വന്നിട്ട് അമ്മയുടെ ചുറ്റും ഡാൻസ് അല്ല, നേരെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലും. അമ്മ പശു എന്നാ ചെയ്യും? അമ്മ പശു ശരീരം മുഴുവൻ അങ്ങോട്ട് മസിൽ അങ്ങോട്ട് പ്രസ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത് ചുരത്തുക. മുഴുവൻ പ്രസ് ചെയ്തിട്ട് പാല് മുഴുവൻ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയല്ല, ഈ കിടാവിനെ നക്കും. ആരെങ്കിലും കിടാവിനെ പിടിക്കാൻ ചെന്നാൽ കുത്തും. എന്നാ സ്നേഹവാ അല്ലേ അമ്മ പശുവിന് കിടാവിനോട്, എന്തോ ഒരു സ്നേഹവാ. കറക്കാൻ താമസിച്ചാൽ അതിൻ്റെ അലർച്ച ഒന്ന് കേൾക്കണം. പുല്ല് കൊടുത്താൽ തിന്നത്തില്ല കിടാവിനെ കാണാതെ. എത്ര നാളീ സ്നേഹം ഉണ്ടെന്ന് അറിയാവോ? അതാ നമ്മുടെ വിഷയം. 9 മാസം. അടുത്ത ഹീറ്റിങ്ങിനകത്ത് അമ്മ പശുവിന് ഹോർമോൺ ആകുമ്പോൾ അതുവരെ നക്കിയതിനെ കുത്തി ഓടിക്കും. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം തീർന്നു ഇല്ലേ? ഏതെങ്കിലും പശു ചേടുത്തിയാന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കേട്ടിട്ടുണ്ടോ? വല്ല ബന്ധമുണ്ടോ? കണ്ടോ? ഏതെങ്കിലും ഒരു കാള പശു ഇതെൻ്റെ ഭാര്യയാന്ന് പറഞ്ഞ് അല്പം പുല്ലിട്ട് കൊടുത്ത് കേട്ടിട്ടുണ്ടോ? വല്ല ബന്ധവും ഉണ്ടോ? ക്യാരക്ടർ ഇല്ല അതിനെ, നേച്ചർ. ഒരു കോഴി അടയിരിക്കും. ഞാൻ ഇപ്പോഴാ ചോദ്യം എങ്കിലും ചോദിക്കത്തില്ല. ഒരിടത്ത് ചോദിച്ചപ്പോൾ ഒരു പെങ്കൊച്ചെഴു എത്ര നാൾ കോഴി അടയിരിക്കുമെന്ന് ചോദിച്ചു. ഒരു പെങ്കൊച്ചെഴുതിട്ട് പറഞ്ഞു ഐ തിങ്ക് 2 years. അതുകൊണ്ട് ആ ചോദ്യം ഇനി ഇവിടെ ചോദിക്കുന്നില്ല. ഒരു കോഴി അടയിരിക്കുന്നു 21 ദിവസം. കുഞ്ഞിനെ കൊണ്ടിരുന്നു. നോക്കിക്കോണം സ്നേഹബന്ധം. അമ്മ കോഴിയെ കുഞ്ഞിനെ കൊണ്ടു നടക്കും. താൻ കഴിക്കത്തില്ല, ചികഞ്ഞിട്ട് കൊടുക്കും ഇല്ലേ? പരുന്ത് വന്നാൽ ശബ്ദമുണ്ടാക്കി ചിറകിനിടെ കയറ്റും. ആരെങ്കിലും കുഞ്ഞിനെ പിടിക്കാൻ ചെന്ന കണ്ണിനിട്ട് കുത്തും. സ്നേഹം. എത്ര നാളാ സ്നേഹം അമ്മക്കോഴിക്കെന്നറിയാമോ? 5 മാസം. അമ്മക്കോഴിക്കകത്ത് അടുത്ത മുട്ടയിടാൻ ഹോർമോണായി കഴിയുമ്പോൾ അതുവരെ കൊണ്ടു നടന്നതിനെ കൊത്തി ഓടിക്കും. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം തീർന്നു അല്ലേ? ഏതെങ്കിലും ആനിമൽ സിസ്റ്റത്തിൽ സ്നേഹമുണ്ടോ? പെർമനന്റ് ഇല്ല. എന്നാൽ മനുഷ്യനോ? അപ്പൻ, അമ്മ, അളിയൻ, ചേട്ടൻ ഇല്ലേ? വല്യപ്പൻ, വല്യമ്മ. വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും ആ കൊച്ചുമക്കളെ കൂടുതൽ സ്നേഹം ഇല്ല? നമുക്ക് അങ്ങനല്ലേ? വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ ഇട്ടാൽ കൊച്ചുങ്ങളെ കൊഞ്ചിപ്പോകുന്നാ പറയുന്നത്. എനിക്കും ഉണ്ട് 6 കൊച്ചുമക്കളെ. പ്രൈസ് ദി ലോർഡ്. എവിടുന്ന് കിട്ടി ഈ ബന്ധം? നമ്മളെക്കാൾ ആരോഗ്യ പശുവിനില്ലാത്ത ബന്ധം എവിടുന്ന് കിട്ടി? ഈ സ്വഭാവം എവിടുന്ന് കിട്ടി? ശ്രദ്ധിച്ചോ? ഏതെങ്കിലും ഒരു പശുവിനെ ഒരു കാള സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനാണോ? ഭാര്യയെ കഴിച്ചില്ലേ നമ്മൾ കഴിക്കുവോ? നല്ല ഭർത്താവിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ നാട്ടുകാരുടെ കാര്യം, ഞങ്ങളുടെ നാട്ടുകാരുടെ അല്ലെന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എവിടുന്ന് കിട്ടി ദൈവമക്കളെ, സഹോദരന്മാരെ? കാരണമുണ്ട്. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും ശ്വാസത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു? 7 ഉദ്ദേശം. വെറുതെയല്ല. ഏതിനൊരു പർപ്പസ് ഉണ്ട്. ഈ ഹോള് പണിതിനൊരു പർപ്പസ് ഉണ്ട്. ഒരു പുഷ്പം എന്തെല്ലാം ഉപയോഗം? ഒരു പൂ കാണാൻ നല്ല ഭംഗി, നറുമണം കിട്ടും, വീടുകൾ അലങ്കരിക്കാം, തലയിൽ ചൂടാം, മാല കെട്ടാം, വാഹനങ്ങൾ അലങ്കരിക്കാം, ഫ്ലവർ ഹൗസിൽ വെക്കാം, പരാഗണം നടത്താം, തേനുണ്ടാകും. ഒരു ചെറിയ പൂവിനുണ്ട് തമ്പുരാൻ വെച്ച് ഇത്രയും ഉപയോഗമാണ്. അങ്ങനെയാണെങ്കിൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രധാനമായിട്ട് 7 ഉദ്ദേശം. ഒന്നാമത്തെ ഉദ്ദേശം കേട്ടോണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചേ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. കേട്ടോണം. ദൈവത്തിന് 7 പർപ്പസാ മനുഷ്യനെ സൃഷ്ടിക്കാൻ. ക്രിസ്ത്യാനിയൊന്നും അക്രൈസ്തവനൊന്നുമില്ല. മനുഷ്യൻ 7 ഉദ്ദേശം വായിക്കാം. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അടുത്തത് ദൈവം അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിച്ചു വിടുകയില്ല. നന്നായി വാ എന്ന് പറയുന്ന പോലെ അനുഗ്രഹിക്കുക. He blessed them. അടുത്ത വാക്യം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ജീവിക്കാനല്ല പറഞ്ഞ വാഴാൻ. ആദ്യത്തെ 2 ഉദ്ദേശം. ഒന്ന്, സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകണം. ദൈവം മനുഷ്യർക്ക് വെച്ച സിസ്റ്റം, പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും വിവാഹിതരായി കുടുംബമായി ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ കാരണം പുറകെ പറയാം. മനുഷ്യർക്ക് മാത്രമേ ആ സിസ്റ്റമുള്ളൂ. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അത് ബാധകമല്ല. ദൈവം വെച്ച സിസ്റ്റമാ. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ, ഏത് മതമായാലും സഭയായാലും ശരി, വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് അതിൽ സന്തതി. അതുകൊണ്ടാണല്ലോ എല്ലാ മതങ്ങൾക്കും വിവാഹം ഒരു ഉത്സവം.
ഒന്നാമത്തെ കല്യാണം നടത്തിയത് യഹോവ. കർത്താവായ യേശുക്രിസ്തു തന്നെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് കൺവെൻഷൻ വീട്ടിലല്ല, കല്യാണ വീട്ടിലാ. വിവാഹം ദൈവം വെച്ചു. വിവാഹത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ബൈ മെയിൻറ്റെയിനിങ് എ ഫാമിലി ലൈഫ്. ഇതെല്ലാം മാറിയെന്ന് പറയാനായിട്ടാണ് ഞാനത് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് കുഞ്ഞുങ്ങളായി അപ്പനും അമ്മയും മക്കളെ വളർത്തി തലമുറകളായിട്ട് മാറണം, ഒന്നാമത്തെ ഉദ്ദേശം. 2, നിങ്ങൾ വാഴാൻ, വല്ലച്ചാതിയും ജീവിക്കാനല്ല, മനുഷ്യനെ സംബന്ധിച്ച് വാഴാൻ. അതുകൊണ്ടല്ലേ മനുഷ്യൻ വാഴുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഷെർപ്പ ടെൻസിംഗ് എന്തുകൊണ്ട് എവറസ്റ്റിൽ കയറി? കാലിന്റെ മസിലല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കയറിയത് എന്താ? അമേരിക്കയുടെ ടെക്നോളജി അല്ല കാരണം, ദൈവത്തിന്റെ അനുഗ്രഹമാണ് വാഴാൻ. കടലിനടിയിൽ ഇറങ്ങുന്നില്ലേ കണ്ടുപിടുത്തങ്ങൾ? വേറെ ആരെങ്കിലും ഏതെങ്കിലും സിസ്റ്റത്തിൽ കണ്ടുപിടുത്തമുണ്ടോ? 6000 വർഷം മുമ്പും പശു പുല്ല് തിന്നും, ഇന്നും പുല്ല് തിന്നും. നമ്മളോ 50 വർഷം മുമ്പുള്ള ഭക്ഷണമാണോ നമ്മളെ? ആലോചിച്ചേ. ഏത് രാജ്യത്തും ചെന്ന് 50 years ബാക്കുള്ള ഫുഡല്ല. കേരളത്തിൽ മലയാളികൾക്ക് 50 വർഷം മുമ്പ് എന്തുവാ ഭക്ഷണം? അരി അല്ലേ? ഇന്നോ പൊറോട്ട, തണ്ടൂരി, ഏതെല്ലാം വന്ന് കയറി. എന്താ കണ്ടുപിടുത്തം അല്ലേ? അതാ മനുഷ്യൻ വാഴാൻ. 6000 വർഷം മുമ്പും ലോകത്തിലെ എല്ലാ രാജ്യത്തിലും കാക്ക ചുള്ളിക്കമ്പ് തലങ്ങും വെക്കും വെച്ച് കൂടുണ്ടാക്കും. ഇന്നും അതല്ലേ, ഒരു ജനൽ പോലും വെക്കുന്നുണ്ടോ? ഇല്ല. നമ്മളോ 50 വർഷം മുമ്പുള്ള വീടാണോ? എന്തിന്? 2008 മോഡലാണോ? 2009 ഫാഷൻ മാറുന്നില്ലേ? എന്താ? തമ്പുരാൻ പറഞ്ഞിരിക്കുക വാഴാൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച ഒരു ദോഷവുമില്ല. എവിടല്ല കടലിനടിയിൽ ഇറങ്ങുന്നു, ഏതിനെല്ലാം ഒതുക്കുന്നു ഇല്ലേ? ഇത് നമുക്ക് കാണാമല്ലേ ഉത്സവത്തിലൊക്കെ കൊണ്ടുപോകുന്ന ആന. ഒരു കൊമ്പനാനയുടെ തൂക്കം എത്രയാണെന്നറിയാവോ? 6000 കിലോ കൊമ്പനാനയുടെ തൂക്കം. കൊണ്ടു നടക്കുന്ന ആനക്കാരന്റെ തൂക്കം അറിയാവോ? 40 കിലോ. അത് ചിലപ്പോൾ ഡയബറ്റിക് പൈൽസും ഒക്കെയാ. എന്നാൽ തിരിയടാന്ന് പറയുന്നത് തിരിയുന്ന എന്താ? ദൈവത്തിന്റെ അനുഗ്രഹം. 3, ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച ഉദ്ദേശം, God want to deal with human being. ദൈവത്തിന് മനുഷ്യനോട് ഇടപെടണം. ദൈവം മൃഗങ്ങളോട് കന്നുകാലിയോട് അല്ല ഇടപെടുന്നത്, തൻ്റെ സ്വരൂപത്തിലും ശാസ്ത്രത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ. മനുഷ്യൻ എന്ന വാക്കിലേ നിങ്ങൾ കാണാവുള്ളൂ, ഒരു മതമോ സഭയല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ, സ്പീഷ്യസ്. ദൈവം മനുഷ്യനോട് ഇടപെടണം. അതിന് ദൈവം നമ്മിതൊന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെയാ ഫോണ്? നമ്മുടെ അകത്ത് റേഞ്ച് ഉണ്ട് ഇല്ലേ? ഇതുപോലെ ദൈവം മനുഷ്യനോട് ഇടപെടാൻ മനുഷ്യന്റെ മനസ്സിലൊരു വസ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാ ഗുഡ് കോൺസൈൻസ്, നല്ല മനസ്സാക്ഷി. ദൈവത്തിന് ഇടപെടാനാ, ദൈവത്തിന് ഇടപെടാൻ നല്ല മനസ്സാക്ഷി. എല്ലാവരോടും ദൈവം ഇടപെടും. അനുഗ്രഹത്തിൽ അനുഗ്രഹിക്കും, ശിക്ഷിക്കും, ശാസിക്കും, ചെറിയ നുള്ളു തരും, നല്ല അടി തരും, സംസാരിക്കും, എല്ലാം ദൈവം ഇടപെടും. ദൈവം അതിനാ ഇട്ടിരിക്കുന്നേ. 4-ാമത്തെ 5-ാമത്തെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവ മഹത്വം മനുഷ്യർ പ്രസിദ്ധമാക്കണം. പ്രകൃതി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമുക്കറിയാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ, വാക്യം അറിയാമല്ലോ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ. നമ്മളെ കുറിച്ച് അതല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധമായ സ്വഭാവം നമ്മൾ ലോകത്തിൽ കാണിക്കണം. ദൈവത്തിന്റെ 2 വിശുദ്ധ സ്വഭാവം. 1, ദൈവം വിശുദ്ധനാണ്, മനുഷ്യരും വിശുദ്ധരായിരിക്കണം. അതാ 5-ാമത്തെ ഉദ്ദേശം. മനുഷ്യനെ വെച്ചിരിക്കുന്നത് അതിനാ, മനസാക്ഷി ക്ലീനായിട്ട് ജീവിക്കാനാ. സ്വഭാവത്തിലും ശരീരത്തിലും എല്ലാം നമ്മൾ ക്ലീനായിട്ട് ജീവിക്കാനാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 6, ദൈവത്തിന്റെ അടുത്ത സ്വഭാവം. ദൈവം ആരാന്നറിയാമോ? ദൈവം സ്നേഹമാ. ദൈവം സ്നേഹമാ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതെല്ലാം തീർന്നില്ലേ? ഇതെല്ലാം പോയത് പറയാനാ ഞാൻ ഈ പറയുന്നത്. സ്നേഹമുണ്ടോ? പഴയ കാലത്ത് മായം കലർത്തുന്ന പാലില്ല, ഇന്നാരും ചെയ്യത്തില്ല. കാരണം 20 ലിറ്റർ പാല് കിട്ടും, കുടിച്ചു തീർക്കാൻ മേല. അപ്പൊ ഇന്ന് മായം കലർത്തുന്ന സ്നേഹത്തില. എത്ര കഥകൾ വേണമെങ്കിലും ഞാൻ പറയാം. ഞങ്ങളുടെ അടുത്തൊരാൾ 26 വയസ്സുണ്ട്, സാമാന്യം ധനമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, ഭയങ്കര മദ്യപാനി, ഭാര്യയാണ് നല്ല മിടുക്കി, ഗ്രാജുവേറ്റും തൻ്റെ അടിയും. ഈ സഹോദരൻ കുടിച്ച് കിഡ്നി 2 പോയി, റീനൽ ഫെയിലിയർ, ആശുപത്രി കിടക്കുക. ആ ഡോക്ടർ നല്ലൊരു മനുഷ്യനാ, ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഇനി ഇവിടെ ഇട്ട് നിങ്ങൾ കാശ് കളയണ്ട, കൂടിയ 12 ദിവസം അതിനോടകം മരിക്കും, വീട്ടിൽ കൊണ്ട് ശുശ്രൂഷിച്ച് പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുപോയി.
പുള്ളിക്കാരന് മനസ്സിലായി പോകുന്നു, കാലെല്ലാം നീരായ, ഭക്ഷണം ചെല്ലുന്നില്ല, റീനൽ ഫെയിലിയർ, കിഡ്നി രണ്ടും പോയി, ഡയാലിസിസ് ഒന്നും പറ്റത്തില്ല, പോയി. ഭാര്യയ്ക്കും മനസ്സിലായി ഭർത്താവ് മരിക്കാൻ പോവുക, ഭർത്താവിന് മനസ്സിലായി പോക്കാൻ. പുള്ളി വിളിച്ചൊരു 2-3 ഗുണദോഷം ഭാര്യയ്ക്ക് പറഞ്ഞ കേട്ടോണം. കേട്ടോണം പറഞ്ഞത്, ഒട്ടുപാലിന്റെ രൂപ ഇത്ര ഇന്നൊരു തരാനുണ്ട്, മേടിച്ചോണം, കളിപ്പിക്കരുത്. 2, ബാങ്കിൽ ഇട്ടിരിക്കുന്ന എൻ്റെ പേരിലെ FD, അത് നിന്റെ പേരിൽ കൂടെ ഞാൻ ഇപ്പോൾ ഒപ്പിട്ട് തരാം. 2ാമത്തെ ഗുണദോഷം നീ എടുത്തോണം. 3, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശവമടക്കി പോഷായിട്ട് കാണിച്ച് കാശ് കളയരുത്, വളരെ ചുരുക്കത്തിൽ ചെലവാക്കണം, ബാക്കി നീയും മക്കളും ജീവിക്കണം. ഇത്രയും നല്ല ഭർത്താവിന് എവിടെയെങ്കിലും കിട്ടുമോ? 4ാമത്തത് കേൾക്കണോ, ഞാൻ മരിച്ചാൽ അധികം താമസിക്കേണ്ട, നീ കിഴക്കേ വീട്ടിലെ രാജനെ 2ാമത് കല്യാണം കഴിക്കണം. ആ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നാ മനുഷ്യനാ, നിങ്ങൾക്കിത് പറയാൻ തോന്നുന്നല്ലോ ജീവിച്ചിരിക്കുമ്പം എന്നോട്. അതും ആരെ? കിഴക്കേ വീട്ടിലെ രാജനെ. അവൻ ആരാ? നിങ്ങളുടെ ബദ്ധ ശത്രു. ഉടനെ ഈ പുള്ളി പറഞ്ഞ കേൾക്കണോ അബദ്ധത്തിൽ, എടി അതുകൊണ്ടാ പറഞ്ഞത് അവനും ഒന്ന് അനുഭവിക്കട്ടെ. സ്നേഹം കണ്ടോ? അഡൾട്ടറേറ്റഡ് ലവ്. ഇതാ ഇന്നത്തെ ലോകം. 6ാമത്തെ ഉദ്ദേശം സ്നേഹിക്കാൻ. അതുപോയി. 7, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. പശുവിന്റെ കൂട്ടോ കന്നുകാലിയുടെ കൂട്ടോ അല്ല നമ്മൾ. 70 വർഷമോ 80 വർഷമോ കഴിയുമ്പോൾ ഈ ശരീരം ഇട്ടച്ച് ഇതിനകത്തുള്ളത് അങ്ങ് ചെല്ലണം. ഞാനും നിങ്ങൾ വേദമായി കാണുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന വെറും ഒരു ഫ്രെയിമാ. നമ്മുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്ന നമ്മുടെ ജീവൻ അകത്താ. നമ്മുടെ ശരീരം അധികം ഒന്നും വലിയ വിലയുള്ളതല്ല. 1000 രൂപയുടെ പാൻറ് ഇടുന്നെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിന് 30 രൂപ ഒരു കെമിസ്ട്രി വില പറയത്തുള്ളൂ. ഈ ബോഡി കൊണ്ടൊരു കെമിസ്ട്രിൻ്റെ കൊടുത്തേ 50 തീപ്പെട്ടിക്കോലുണ്ട് കരി, 60 പെൻസിൽ ഉള്ളതായ ബോസ്പേറ്റ്, ഒരു കൊക്കോച്ചെടിക്ക് ഇടാനുള്ള കുമ്മായും, 1.5 ഇഞ്ചിൻ്റെ 2 ആണിക്കുള്ള ഇരുമ്പ്, 15 ലിറ്റർ വെള്ളത്തിൽ തമ്പുരാൻ ചാലിച്ചപ്പോൾ തോമസ് മാമൻ നിങ്ങൾ. എന്നാൽ ഇതിനകത്തൊരാത്മാവുണ്ട്. അത് ഇവിടെ തീരാനല്ല, ഇത് സ്വർഗത്തിൽ പോകണം. അതിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല. അതിനാണ് പറയുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. കം ബാക്ക്. 26, 25 എന്ന് പറയുന്ന ട്രെയിൻ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ന്യൂഡൽഹി, കന്യാകുമാരി, KK. തിരിച്ചു പോകുന്നതിന് അവർ പറയുന്ന ഭാഷ തന്നെ അറിയാവോ? റിട്ടേൺ. ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് ദൈവം പറയുന്ന തിരിച്ചു പോരുക. ഇത് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവർക്കും ഇത് അറിയാമല്ലോ. എന്നാൽ എന്തു പറ്റിയെന്ന് കേട്ടുകൊള്ളുക. നിങ്ങൾ നല്ല മനോഹരമായ ചെയറിലിരുന്ന് പ്രസംഗം കേൾക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട്. എന്നാൽ ദൂതന്മാർക്ക് ഇങ്ങനെയൊന്നും ഇരിക്കാൻ സിസ്റ്റമില്ല. അവർക്ക് ഇരിക്കാനും മേലെ, കിടക്കാനും മേലെ, നിൽക്കാനും മേലെ. ബൈബിൾ വായിച്ചാൽ കാണാം. കൊണ്ട് എടുക്കണ്ട, 6-ാം അധ്യായത്തിലുണ്ട്. 2 ചിറക് കൊണ്ട്, അറിയാവുന്നവരും സഹകരിച്ചേ, 2 ചിറക് കൊണ്ട് പറന്ന്, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് മുഖം മൂടിച്ച് പറയണം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇവിടെ കർത്താവ്, യേശു കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തേങ്ങല ഒന്ന് പറയാൻ ഇരുന്നുണ്ട് അല്ലേ? ദൂതന്മാർക്ക് അങ്ങനല്ല, ഇന്നും അങ്ങനാ. ചിറകുകൾ 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് കണ്ണുമൂടി, 2 ചിറക് കൊണ്ട് പറന്നുകൊണ്ട് പറയണം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ആ കോടാകോടി ദൂതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിലേക്കും സുന്ദരനായ ദൂതനാണ് ലൂസിഫർ. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്നാ അറിയാം? ലൂസി പ്രകാശം, ഫർ രശ്മി. അതാ ലൂസിഫർ. പ്രകാശരശ്മികൾ ഉതിർത്തിരുന്ന ദൈവദൂതനാണ് ലൂസിഫർ. മീഖായേൽ, ഗബ്രിയേൽ. ഒരാൾ ദൂതുവാഹി, ഒരാൾ പട്ടാള മേധാവി. സ്വർഗത്തിലെ 3ാമത്തെ പുള്ളി പാട്ടിന്റെ നേതാവാണ്. ആരാ? ലൂസിഫർ. ഇവൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നോ ദൈവത്തോടിരുന്നപ്പം അവനകത്തൊരു കുന്നായ്മ, എനിക്കും ദൈവത്തെ പോലെ ആകണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ കമ്പ്യൂട്ടറിൽ അത് തെളിഞ്ഞു. നമുക്കറിയാം, ഭാര്യ ഭർത്താവ് വരാൻ നോക്കിയിരിക്കുക ചായയായിട്ട്, ഒരു കാര്യം പറയാനായിട്ടാ ഒരു സാരി മേടിച്ചിരണമെന്ന് പറഞ്ഞാൽ, പുള്ളി ഓഫീസിൽ നിന്ന് വരുന്ന അവിടെ എന്തോ പ്രശ്നമായിട്ട് മുഖവും കറുപ്പിച്ച് വരിക, മീശയും കറുപ്പിച്ചാണ് വരുന്നത്. സാരിയും വേണ്ട, ബ്ലൗസും വേണ്ട, കപ്പ് വെച്ച് സ്ഥലം വിടുകയല്ലേ. ഭർത്താവിൻ്റെ മുഖം കണ്ടാൽ ഭാര്യയ്ക്കറിയാം, ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിനറിയാം. ഇനി ഞങ്ങളുടെ പെങ്കൊച്ചിനെ മൂഡ് ഓഫാ. നമ്മക്കത്രയും അറിയാമെങ്കിൽ സർവശക്തനായ ദൈവത്തിനോ? ദൂതന്റെ അകത്തെനിക്ക് ദൈവത്തെ പോലെ ആകണമെന്നൊരു ചിന്ത വന്നപ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ കമ്പ്യൂട്ടറിൽ അത് തെളിഞ്ഞു. അവനെ തെറിപ്പിച്ച് താഴെ കളഞ്ഞു. അതാ പിശാച്. തേജസ് പോയ ഒരു ദൂതൻ, ദൃശ്യമായ ശരീരമില്ല. അവനെക്കുറിച്ച് അവൻ ഒത്തിരി കള്ളക്കഥകൾ പറപ്പിക്കും, പേടിപ്പിക്കും. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇറങ്ങി നടക്കും ഇല്ലേ, മുടി അഴിച്ചിട്ട് താഴെ കിടക്കും, ബാക്കി സമയത്തെല്ലാം കരിമീനയുടെ മേളിൽ കയറിയിരിക്കും. അതൊക്കെ അവനെക്കുറിച്ച് പറയുന്നതാ. സാത്താൻ എന്ന് പറയുന്നത് ദൃശ്യമായ ശരീരമില്ലാത്തവനും അനുവദിച്ചാൽ തോമസ് മാമന്റെ ശരീരത്തിൽ കയറാൻ മിടുക്കനാണ്.
അവനെ അവിടെ നിന്ന് താഴെ ഇട്ടു. ഇനി കേട്ടോ, നമ്മുടെ വിഷയം പറയാൻ പോവുക. ഞാൻ ചോദിച്ചോട്ടെ, MG റോഡിൽ ഒരു 80 വർഷം മുമ്പേ നിങ്ങളുടെ അപ്പച്ചനോ വല്യപ്പനോ MG റോഡിൽ ഒരു 2 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് സങ്കല്പിക്കുക. 80 വർഷം മുമ്പ് MG റോഡിൽ നിങ്ങളുടെ അപ്പച്ചനോ വല്യപ്പച്ചനോ ഒരു 2 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അത് അന്നത്തെ നല്ല വിലയ്ക്ക് വിറ്റതാ. പിതാവാന്ന് ഓർത്തു. അന്നത്തെ നല്ല വിലയ്ക്ക് അത് വിറ്റതാ. ഇന്നത് മേടിച്ചയാൾ അവിടെ ഒരു 7 നില കെട്ടിടം വെക്കുക. അതിന്റെ ചോട്ടിക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊളുത്തിപ്പിടുത്ത മരത്തില്ലേ? ഇതേ ഞങ്ങളുടെ പപ്പ അന്ന് വിറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നതായിരുന്നു. നമുക്ക് അത്രയും വരുന്നില്ല. അത് അസൂയൊന്നുമല്ല, മനസ്സിന്റെ ക്യാരക്ടറാ. അങ്ങനെയാണെങ്കിൽ ദൂതൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും ദൂതനെ ദൈവം തള്ളി താഴെ ഇട്ടിട്ട് അവിടെ വേറെ ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. വേറെ ദൂതനെ സൃഷ്ടിച്ചിട്ടില്ല. അവിടെ ഒരു ചെടിയും ഇട്ടിട്ടില്ല. അവിടെ തമ്പുരാൻ വേറൊരു പരിപാടി ചെയ്യുക. 85 ലക്ഷം അടി പൊക്കത്തിൽ ഒരു ഭയങ്കര മന്ദിരം പണിയുക. സ്വർഗത്തിലെ വസ്തുക്കൾ ഉപയോഗിച്ച്, ഇവിടുത്തെ കല്ലല്ല. അതിന്റെ എഞ്ചിനീയർ ആരാന്നറിയാവോ? മാത്തിക്കുട്ടിയല്ല, യഹോവയായ ദൈവം ശില്പിയായി നിർമ്മിച്ച ആരാ എഞ്ചിനീയർ എന്നറിയാവോ? യഹോവയായ ദൈവം. പെയിന്ററോ? കുഞ്ഞുട്ടിയല്ല, പെയിന്റർ യേശുക്രിസ്തു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ സ്ഥലം, ആ കെട്ടിടത്തിന് നമ്മൾ സ്ഥിരം താമസിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ പേരാ പുതിയ യെരൂശലേം. അതിന്റെ ഫൗണ്ടേഷൻ 12 വിധ രത്നമാണ്. അടി. അപ്പം ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. വെളിപ്പാട് 21:18 വേഗം വായിക്കണം. 2 മിടുക്കര് സഹോദരിമാരുണ്ട്. അതെനിക്ക് സന്തോഷം. അറേഞ്ച്മെന്റ് ഇസ് വെരി ഫൈൻ. ടൈമിങ്ങിൽ സാംസൺ കോട്ടൂരിനെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഷാർപ്പായെല്ലാം ഞാനും ഷാർപ്പായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. മതിലിന്റെ പണി സൂര്യകാന്തവും. മതിലിന്റെ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടാ ദൈവമക്കളെ. നിത്യത ആരംഭിക്കുന്നത് അവിടെയാ. ദ ഇറ്റർണിറ്റി, ബിഗിനിങ് ഓഫ് ഇറ്റർണിറ്റി ദേർ, സ്വർഗത്തിലാണ്. 85 ലക്ഷം അടി പൊക്കം. കാശ്മീർ മുതൽ ചെന്നൈ വരെ പൊക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു വീട്ടിലാണ് ഞാനും നിങ്ങളും താമസിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സൂചേ. അടുത്ത കേട്ടോ, വേഗം വായിച്ചേ. നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. അടുത്ത വാക്യം. നഗരമതിലിന്റെ അടിസ്ഥാനം അടിയിലിടുന്നത് കേട്ടോണം എന്നതാണ്. സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടുത്തെ രത്നമല്ല, സ്വർഗത്തിലെ രത്നം. അടിയിൽ, അണ്ടർനീത്ത്. മതിലിന്റെ അടിസ്ഥാനം 12 രത്നം. അതിന്റെ മേളിൽ കൂടെ നമ്മൾ ചവിട്ടാൻ പോകുന്നത്. ഒന്ന് വേഗം വായിച്ചേ മോളെ. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. രണ്ടാമത്തേത് നീലരത്നം. മൂന്നാമത്തേത് മാണിക്യം. നാലാമത്തേത് മരതകം. നമ്മൾ ഇത് വല്ല കണ്ടിട്ടുണ്ടോ? 91.6 നിൽക്കുക നമ്മൾ. അത് തന്നെ എന്നാ ഉടനെ നമ്പരാൻ അറിയാം ഇല്ലേ? അത് തന്നെ എന്നാ ആർക്കറിയാം? ഞങ്ങളുടെ എപ്പോഴും TV-യിൽ എഴുതി കാണിക്കും 2 പവൻ മേടിച്ചാൽ ഓണ്ടാക്കാർ തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊന്ന് വായിച്ചേ. അഞ്ചാമത്തേത് നഗവർണി എന്ന് പറഞ്ഞാൽ നഖം നീട്ടി പെയിന്റ് അടിക്കുന്ന പരിപാടിയല്ല. ഒനിക്സ്, 3 വശത്തു നിന്നും പ്രകാശം. അടുത്തൊന്ന് വായിച്ചേ. ആറാമത്തേത് ചുവപ്പുകല്ല്. ഏഴാമത്തേത് പീതരത്നം. മഞ്ഞരത്നം. എട്ടാമത്തേത് ഗോമേദകം. ഒമ്പതാമത്തേത് പുഷ്യരാഗം. ചവിട്ടുന്നു അതിന്റെ മേളിക്കൂടാ. അടുത്ത വാക്യം. പത്താമത്തേത് വൈഡൂര്യം. 11ാമത്തേത് പത്മരാഗം. അങ്ങോട്ട് ചവിട്ടുമ്പോ ഇതുപോലെ സൗണ്ട് ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ പലവിധ സൗണ്ട് ഇങ്ങോട്ട് വരും. അടുത്തൊന്ന് വായിച്ചേ. 12ാമത്തേത് സുഗന്ധിരത്നം. ഒരു പെർഫ്യൂമും കൊണ്ടുപോകണ്ട, ചവിട്ടുമ്പോ ഇങ്ങോട്ട് വരും. അതിന്റെ മേളിൽ നമ്മൾ താമസിക്കാൻ പോവുക. ഇത് കാണുമ്പം സാത്താൻ അസൂയ വന്നില്ല, അവൻ പിശാചല്ല. ഒരിക്കൽ അവൻ ദൈവത്തെ ആരാധിച്ചിരിക്കാനും മേലെ, കിടക്കാനും മേലെ, നിൽക്കാനും മേലാതെ ആരാധിച്ചെടുത്ത് അകത്ത് പാപം വന്നപ്പം അവനെ തെറിപ്പിച്ചെങ്കിൽ പകരം ഒരു റീപ്ലേസ്മെന്റ് ദൂതനെ സൃഷ്ടിക്കാതെ തേജസ്സിൽ മനുഷ്യനെ ദൂതനെ സൃഷ്ടിച്ചവൻ പാപം ചെയ്തപ്പോൾ പകരം മണ്ണിനകത്തുനിന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്നേഹം കണ്ടോ? എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന നിലത്തിലെ മണ്ണിൽ നിന്നല്ല, പൊടിയിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ്. ഇതല്ല കളി. പലരും ധരിച്ചിരിക്കുന്ന മണ്ണിൽ നിന്നല്ല. ഉൽപ്പത്തി 2-ാമത്തെ അധ്യായത്തിൽ കാണാം. നിലത്തിലെ, ഒന്ന് വായിച്ച മോളെ, 2:7 വായിച്ചേ. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട്. നോക്കിക്കേ, പൊടി കൊണ്ടാ, മണ്ണ് കൊണ്ടല്ല. മണ്ണ് കൊണ്ടാണ്. ഇതല്ല കളി. ദൈവത്തിനറിയാം. മണ്ണിനകത്ത് 92 എലിമെന്റ്സ് ഉണ്ട്, മൂലകം. ഇത് നമ്മുടെ ദേഹത്തുണ്ട്. ജീവിതം മടുക്കും, തകരാറാ. മണ്ണിലെ ഏറ്റവും കൂടിയ എലിമെന്റ് എന്നാന്നറിയാമോ? ഫെറോക്സോൺ. മണ്ണിൽ ഏറ്റവും കൂടുതലാ. കരിങ്കല്ല്, വെട്ടുകല്ല്. മണ്ണിനകത്ത് നിന്നെങ്ങാനും നമ്മളെ സൃഷ്ടിച്ചിരുന്നെങ്കിലേ, എന്നെ സൃഷ്ടിച്ചിരുന്നെങ്കിലേ, എൻ്റെ കൊച്ചുമകൾ ഗിഫ്റ്റ് എനിക്ക് ഉമ്മ തന്ന അവിടെ മൂക്കും പല്ലും കാണത്തില്ല, കല്ലിൽ ഉമ്മ തരുന്നോണ്ടിരിക്കും. കണ്ട ദൈവത്തിന്റെ ആ അപ്രമേയ ധനമെന്ന് നോക്കിക്കേ. അടുത്തത് മണ്ണിനകത്ത് അടുത്തതെന്നാന്ന് കേൾക്കണം, ഏറ്റവും കൂടുതലുള്ളത് സ്വർണമാ. അടിയിൽ ഇന്ന് വ്യാജ സ്വർണം ഇട്ട കഴുത്ത് വെട്ടുന്ന കാലമാ.
അപ്പം മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വർണം ഉണ്ടായിരുന്നെങ്കിലോ നല്ല വണ്ണമുള്ളതിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ പിടിച്ച് തല്ലിക്കൊന്ന് വാറ്റി സ്വർണം എടുത്തേനെ. കണ്ടോ ദൈവത്തിൻ്റെ ആ പരിപാടി കണ്ടോ? എന്നാൽ പൊടിക്കകത്തോട് വേറൊരു സാധനം ഉണ്ട്, അത് നമുക്ക് വേണം. പൊടിയിൽ 20 എലിമെൻസേ ഉള്ളൂ, അത് നമ്മുടെ ബോഡിക്ക് വേണം. മണ്ണിനകത്ത് 92, പൊടിയിൽ 20. പൊടിയിലുള്ള ഏറ്റവും കൂടുതലുള്ള അറിയോ? ഇരുമ്പ്, അയൺ. അത് നമുക്ക് വേണം. എന്തിനാ അറിയോ? HB ഞങ്ങൾക്ക് 13-15, നിങ്ങൾക്ക് 10-13 കിട്ടാൻ അത് വേണം. അങ്ങനെ തേജസ്സിൽ സൃഷ്ടിച്ച ദൂതൻ പാപം ചെയ്തപ്പോൾ പകരം നിസ്സാര പൊടിയിൽ നിന്നും സൃഷ്ടിച്ച് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കൊണ്ട് തേജസ്സിൽ ഇരുത്താൻ പ്ലാൻ ഇട്ടപ്പം സാത്താൻ ഇത് കാണുക. അറിയാമോ? അവനിന്ന് സ്വർഗത്തിൽ കയറാമെന്ന് അറിയാവുന്ന ഒരു കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. പിശാചിന്റെ സ്വർഗത്തിൽ കയറാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്, അവൻ അവിടെ ചെല്ലും. എറണാകുളത്ത് നിന്ന് പിശാച് സ്വർഗത്തിൽ ചെന്നെന്ന് അങ്ങോട്ട് വിചാരിച്ചേ. ഉടനെ കർത്താവ് ചോദ്യം, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. തമ്പുരാന്റെ ചോദ്യം എന്നാന്നറിയാവോ? ട്രാഫിക് ബ്ലോക്ക് ആണോ എന്നല്ല. കൊച്ചിന്ന് കേട്ടാൽ ഉടനെ നിങ്ങളുടെ പേര് ചോദിക്കും. അറിയാമോ? ഭൂമി എന്ന് കേട്ടു. പിശാചിനോട് നീ എവിടുന്ന് വരുന്നു? ഞാൻ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ അവൻ കരുതും. പ്രൈസ് ദി ലോർഡ്. കാക്കയെ കൊണ്ട് കേറ്ററിംഗ് നടത്തിച്ചോനാ. സയൻസ് പറയുന്നു രൂപാന്തരപ്പെടുത്താവും. ഞാനത് മാത്രം വേഗം പറയാം. പഴയ ലോകമല്ല ഇന്ന്, ഗ്ലോബൽ വേൾഡ്, ഹൈടെക് ലോകമാണ്. പഴയ സിസ്റ്റമൊക്കെ പോയില്ലേ? ബിസിനസ് പുരോഗമിച്ചു. ഇനിയുള്ള ലോകം ഒരു ദിവസം കൊച്ചിയിൽ ഒരു ഫാക്ടറി ഇനി വരുന്നത് നോക്കി, അവിടെ സ്മാർട്ട് സിറ്റി ഒക്കെ വരാൻ പോവുക. പഴയ പോലെ 7 കമ്പ്യൂട്ടറും തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ? ഹൈടെക് ലോകമാണ്. ഇനിയുള്ളൊരു ഫാക്ടറി, ഒരു ഉദാഹരണം ഞാൻ പറയുക. കൊച്ചിയിലൊരു ഫാക്ടറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ദിവസത്തെ വരുമാനം 100 കോടി രൂപ 1 ഡേ വേണം. അങ്ങനത്തെ ഇനി ഓടത്തുള്ളൂ. കാരണം എഞ്ചിനീയർക്ക് കൊടുക്കണം ലക്ഷങ്ങൾ ശമ്പളം. അങ്ങനത്തെ ഫാക്ടറി ഇനി ഓടത്തുള്ളൂ. ഒരു ദിവസത്തെ വരുമാനം എത്ര കോടി രൂപ? 100 കോടി. അപ്പോൾ ഒരു മണിക്കൂറിൽ എന്നാ വരുമാനം അറിയാമോ? 4 കോടി. 15 മിനിറ്റ് കൊണ്ടോ 1 കോടി രൂപ. 15 മിനിറ്റ് പോകുമ്പോൾ 1 കോടി രൂപയുടെ പരിപാടിയാ. ശ്രദ്ധിച്ചോണം. ആ ഫാക്ടറിയിലെ പ്രധാന വിഷയം കേടായി. അത് നന്നാക്കാൻ ഒരൊറ്റ എഞ്ചിനീയറുള്ളൂ ജപ്പാനില്ല. സങ്കല്പിച്ചു, ആ ആൾ ഇവിടെ വരണം, ഇന്നത്തെ കണ്ടീഷനിൽ വരണേ 3 ദിവസം. എത്ര കോടി രൂപ പോയി? കണക്കൂടെ ആർക്കും അറിയാൻ മേല. 300 കോടി രൂപ പോയി. താങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ആ മിഷൻ കേടായാൽ വിതിൻ 5 മിനിറ്റ്സ് ആ എഞ്ചിനീയർ ഇവിടെ വന്നിരിക്കണം. സയൻസ് കണ്ടുപിടിക്കുക. അടുത്തത് കേട്ടു. ഇവിടെ ഒരു VVIP പ്രഗത്ഭൻ, ശാസ്ത്രജ്ഞൻ, സാമൂഹ്യ നേതാവ്, രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ പകർപ്പൻ, ഒരു നല്ല ഡോക്ടർ മരിക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചിയിലെ പ്രഗത്ഭന്മാരുടെ ഡോക്ടർമാർ പറയുന്നു, ഞങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ല, വി ഹാവ് ലിമിറ്റേഷൻ. ഇദ്ദേഹത്തെ മാക്സിമം ഒരു 10 മിനിറ്റ് ഞങ്ങൾ ജീവൻ കൊടുത്തിരുത്താം, അതിനപ്പുറം ഞങ്ങളെ കൊണ്ട് പറ്റുക, സംഗതി തീർന്നു. എന്നാൽ ഇദ്ദേഹത്തെ രക്ഷിക്കാവുന്ന ടെക്നോളജി അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഇംഗ്ലണ്ടിലാ. ആള് 10 മിനിറ്റിനെ ഇവിടെ വരണം. നടക്കുവോ? ഇന്ന് നടക്കത്തില്ല. ഇന്ന് വരണേ 20 മണിക്കൂറാ. ആ പുള്ളി അവിടെ നിന്ന് കയറി ഇവിടെ വരുമ്പോൾ ഇത് മോർച്ചറി കയറ്റും. അപ്പൊ സയൻസ് പറയുന്നു ഇല്ല, 5 മിനിറ്റ് വരുത്തണം. കണ്ടുപിടിച്ചു കഴിഞ്ഞറിയാമോ? 60% പൂർത്തീകരിച്ച ടെക്നോളജി. അതിന്റെ പേരാ ക്വാണ്ടം ടെലിപോർട്ടേഷൻ. ഒരു സിസ്റ്റം ഓടിച്ച് ഞാൻ പറയുന്ന 8:45 നിർത്താനായിട്ടാ. കേട്ടോണോ സംഭവം എന്നാ? എൻ്റെ നിങ്ങളുടെ ശരീരം എന്നതാ കണ്ടുപിടിച്ചു സയൻസ്. ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം 100 കോടി കോശം. ഒന്ന് പറഞ്ഞേ വേഗം. ഞാൻ എളുപ്പത്തിൽ ഉദാഹരണം പറയാം. ഈ ആന്റിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണാൻ ചെന്നു. വരത്തില്ല, ചുമ്മാ പറയുന്ന, പേടിക്കണ്ട. ആന്റി എനിക്ക് സാമ്പാർ കൂട്ടി ചോറ് തന്നു. ഞാനൊരു സയൻസ് ശാസ്ത്രജ്ഞനാ. എങ്കിൽ ഞാൻ കിട്ടുന്ന സാമ്പാർ മുഴുവൻ മൊത്തി കുടിക്കത്തില്ല. അന്വേഷിക്കും, ആന്റി ഇത് എവിടെ നിന്നുണ്ടാക്കി? ആന്റി എന്നോട് പറയും, എൻ്റെ സാറേ വെണ്ടയ്ക്ക, കത്രിക്ക, സവാള, ഉരുളക്കിഴങ്ങ് ഞാൻ ഇന്ന കടയിൽ നിന്ന് മേടിച്ചത്. അവിടുന്നാ. ഞാൻ ആ കടയിൽ ചെന്നു, വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഇത് ഇവിടുന്ന? പുള്ളി പറയും, എനിക്കിത് ഇവിടുന്നല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ഹോൾസെയിൽ നിന്ന് മേടിച്ചതാ. ഞാൻ അവിടെ ചെല്ലും, സങ്കല്പിച്ചേ കണ്ടുപിടിക്കാൻ പോവുക സാമ്പാർ ഇവിടുന്ന. പുള്ളി പറയും, ഇത് കോയമ്പത്തൂരിൽ നിന്ന്, തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്തെ ഒരു പച്ചക്കറിത്തോട്ടത്തിൽ നിന്നതാ, ആന്ധ്രയിലെ പരിപ്പ് കഴിയുടെ ചോട്ടിൽ നിന്ന്. അപ്പം നമ്മുടെ സാമ്പാർ എവിടെ ചെന്ന് നിന്നു? പച്ചക്കറിത്തോട്ടത്തിൽ. ഇതുപോലെ എന്താണ് മനുഷ്യ ശരീരം? പ്രായപൂർത്തിയായ ഒരു പുരുഷൻ, ഒരു സ്ത്രീ, 100 കോടി കോശം. ഇവിടെ നോക്കിക്കോണം, ബൈബിളെ വന്ന് മുട്ടും. 100 കോടി കോശമാണ് നമ്മുടെ ബോഡി. ഒരു കോശം എങ്ങനെ ഉണ്ടാകുമെന്നറിയാമോ? 1000കണക്കിന് പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാകും? 1000കണക്കിന് അമിനോ ആസിഡ്. പുറകോട്ട് പോവുക, സാമ്പാർ പോയ പോലെ. ഒരു അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാകും? 1000കണക്കിന് പ്ലാസ്മ. ഇനി തീർന്നു. അടുത്തത് എവിടെ ചെന്ന് നിൽക്കും? ഒരു പ്ലാസ്മ എങ്ങനെ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. തോമസ് മാമൻ ആരാ? നിങ്ങളാരാ? സാംസൺ കൊട്ടൂർ ആരാ? പുറകോട്ട് വിട്ടേ, എവിടെ ചെന്ന് നിന്നു? പറഞ്ഞേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അത് എവിടുന്ന് വന്നു?
അതെവിടെ നിന്ന് വന്നു? യെസ്, 530 കോടി വർഷം മുമ്പ് ഒരു തീഗോളം ഇവിടെ കത്തിക്കൊണ്ടിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഒരു വലിയ തീഗോളം, അതിന്റെ പേരാ എൽമെ, സയൻസ് ഇട്ട പേരാ. ഹൈഡ്രജൻ കത്തി, ഹീലിയമായി ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും വന്നുകൊണ്ടിരുന്നു. എവിടെ നിന്നോ ഒരു ശബ്ദമുണ്ടായി. അതിന്റെ പേരാ ബിഗ് ബാങ് തിയറി. ശബ്ദം എവിടെ നിന്നുണ്ടായെന്ന് അവരന്വേഷിക്കുന്നില്ല. ഞാൻ പറയാം എവിടുന്നാ ഉണ്ടായെന്ന്. ആ ശബ്ദത്തിൽ തീഗോളം പൊട്ടി. 29 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം ആ കൊച്ചു വായിക്കും. അന്നേരം കൈയുള്ള ഒരു കൈ ഉയർത്തി സ്തുതിക്കണം, കൈയില്ലാത്ത ഒരു കൈ അനക്കരുത്. വേഗം വായിക്കാം. 29 സങ്കീർത്തനം 7-ാം വാക്യം ഒന്ന് വേഗം വായിച്ചേ. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. The sound of God splits the flame of fire. 530 കോടി വർഷം മുമ്പേ ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ യഹോവ കൽപ്പിച്ചപ്പോൾ അന്നത്തെ എൽമെന്ന് പറഞ്ഞ തീഗോളം പൊട്ടി ചെതറി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അത് തണുത്തതും മണ്ണിലെ പൊടിയിൽ നിന്നും മനുഷ്യൻ, ചാൾസ് ബെനറ്റ് പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു, മനുഷ്യന്റെ ശരീരം പുറകോട്ട് പോയാൽ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ടെക്നോളജിയുടെ പേര് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. മലയാളം ശരീരത്തെ കണകങ്ങളാക്കാം. വെട്ടിമുറുക്കിയല്ല, ചോരയൊന്നും വരുത്തുകയല്ല. പഴയ കാലത്ത് പറയാം ഒരു എഴുത്ത് വിടുന്ന ഫാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ അടിക്കും ഇല്ലേ? ഇമെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇന്നോ വീട്ടിൽ ഇമെയിൽ ഇല്ലേ? ഇതുപോലെ സയൻസ് കണ്ടുപിടിച്ചു മനുഷ്യ ശരീരത്തെ കണകങ്ങളാക്കാം. തലിക്കറത്തില്ല. അനസ്തീഷ്യ കൊടുത്ത് ഓപ്പറേഷന് മയക്കുന്നത് പോലെ ആത്മാവിനെ ഫ്രീസ് ചെയ്യാം. പ്രത്യേക മിഷനിൽ കയറ്റി കിടത്തും. അദ്ദേഹത്തിന്റെ തിയറി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. 60% പുള്ളി പൂർത്തീകരിച്ചു. പ്രത്യേക മിഷനിൽ കയറ്റി കിടത്തും, വസ്ത്രങ്ങൾ മാറ്റും, അതൊക്കെ വേറെ കരുതിക്കോണം. മിഷൻ അടയ്ക്കും, രശ്മികൾ കയറ്റും. 2-3 മിനിറ്റിനകം ശരീരം അവിടെ കാണത്തില്ല, കണകങ്ങളാകും. ആറ്റം, ഹൈഡ്രജനും കാർബണും നൈട്രജൻ ഓക്സിജനും തേനീച്ച കോളനിയായിട്ട് പോകുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കയറ്റിവിടും. ഉദ്ദേശിക്കുന്ന എവിടെ ചെല്ലണം, ഇംഗ്ലണ്ടിൽ ചെല്ലണോ, ന്യൂയോർക്കിൽ ചെല്ലണോ, അവിടെ ഇതേ മിഷൻ വെക്കും, CT സ്കാൻ മിഷൻ പോലെ. അവിടെ ഇതിനെ കയറ്റും. അവിടെ രണ്ടാമത് ഈ റേ അങ്ങോട്ട് കയറ്റി അടിക്കും. ഇതവിടെ കൂട്ടിച്ചേർക്കും. അവിടെ കൂട്ടിച്ചേർത്ത് അപ്പൊ ഇവിടെ ഉണങ്ങി എഴുന്നേറ്റ് പുള്ളി അവിടെ 5 മിനിറ്റിനകം. ആ ടെക്നോളജിയുടെ പേരാ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. ചാൾസ് ബെനറ്റ് ചൊവ്വേ നേരം ഈജ പോലും കളിച്ചിട്ടില്ലാത്ത ഒരാളാ. പുള്ളിക്ക് ആ പണി അറിയാമെങ്കിൽ എൻ്റെ കർത്താവിന്റെ ടെലിപ്പോർട്ടേഷൻ എന്ന് കേൾക്കണോ? ഫിലിപ്പിയർ 3:21 പറയുന്നു, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മോളെ, ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ബൈബിള് ശാസ്ത്ര പുസ്തകമല്ല, അതിന്റെ മേളിലുള്ളതാ. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ശരീരത്തെ കൊച്ചി നിൽക്കുന്ന മനുഷ്യനെ 5 മിനിറ്റിനോ അമേരിക്കയിലോ ജപ്പാനിലോ കൊണ്ടുപോകുന്ന ടെക്നോളജി ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതെന്തിനവർ കണ്ടുപിടിക്കുന്നു? ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കിക്കോളാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? ഞാൻ നിങ്ങൾ കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, 3 ആക്ഷൻ. കർത്താവിന്റെ ഗംഭീരനാദം മരിച്ചവരെ ഉയർത്താൻ. എല്ലാ മരിച്ചവരും എഴുന്നേക്കത്തില്ല. പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ മരിച്ചവർ അവരെ കേൾക്കത്തില്ല. കള്ളിനകത്ത് മരിച്ചവനൊന്നും അത് കേൾക്കത്തില്ല. അവൻ പൊങ്ങി വരും. 1007 വർഷം കഴിയണം. 1 ഗംഭീരനാദം. അടുത്തത് പ്രധാന ദൂതന്റെ ശബ്ദം സാത്താന്റെ ശക്തികളെ ഭൂമിയിൽ അടിച്ചു തെറിപ്പിക്കും. 3-ാമത്തേത് ദൈവത്തിന്റെ കാഹളം, എന്റെയും നിങ്ങളുടെയും ശരീരം രൂപാന്തരപ്പെടും. പാട്ടുകാരൻ മനോഹരമായി പാടും. കാഹളം എവിടെ കേൾക്കും? അതൊക്കെ ഞാനും നോവലിസ്റ്റാണ്, ഞാൻ അങ്ങനെയൊക്കെ എഴുതും. കാഹളം ചെവി കേൾക്കുന്ന പരിപാടി അല്ല. കാഹളം ചെവി കേൾക്കുകയാണ്. ഇന്ന് രാത്രി കാഹളമാണ്, ഞാൻ കേൾക്കത്തില്ല, എനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ഈ പ്രായമുള്ള ഞാൻ ഇന്ന് പകൽ മുഴുവൻ യാത്ര. ഇനി ഇത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കോട്ടയത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ 11:45. കുളിച്ചുമച്ച് കിടന്ന ഏത് കാഹളം കേൾക്കാനാ? ഞാൻ ചോദിച്ചോട്ടെ, ചെവി കേൾക്കാൻ മേലതൊരു അച്ചായം കാഹളം കേൾക്കുവോ? ICUവിൽ ഒരു അച്ചായം കിടപ്പുണ്ട്, ഒരു അമ്മാമ്മ, കാഹളം കേൾക്കുവോ? ഡബിൾ ഡ്യൂട്ടി ചെയ്തൊരു ചെറുപ്പക്കാരത്തെ നേഴ്സ് ക്ഷീണിച്ച് കിടന്നുറങ്ങുക, അവൾ കാഹളം കേൾക്കുവോ? പറ, നിങ്ങൾ പറ. കടലിനടിയിൽ ഒരു മറൈൻ എഞ്ചിനീയർ ഉണ്ട്, രക്ഷിക്കപ്പെട്ടവനെ, കാഹളം കേൾക്കുവോ? ഇല്ല. ഇത് ചെവി കേൾക്കുന്ന സൂത്രമല്ല. അതിനൊരു പരിപാടി ഉണ്ട്. എഫേസ്യർ 4:30 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. എങ്ങനെ ഈ കാഹളം കേൾക്കുന്നത് ബൈബിളിലുണ്ട്. വായിച്ചേ. വായിച്ചേ എഫേസ്യർ 4:30.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലും എൻ്റെ ഉള്ളിലുണ്ട്. അരൂപി. ആ പരിശുദ്ധാത്മാവാണ് ഈ കാഹളം കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് കേട്ടല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ എവിടാ വസിക്കുന്നു പറഞ്ഞേ? എവിടാ? ഹാർട്ടിലല്ലേ മോളെ? അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് അറ്റാക്ക്. പരിശുദ്ധാത്മാവ് ബ്ലഡിലാണ്. ഷുഗർ ആകുമ്പോൾ പരിശുദ്ധാത്മാവിന് ഷുഗറേ. തലച്ചോറിനകത്താണെങ്കിൽ സെറിബ്രൽ ഹെമറേജ് വന്ന പരിശുദ്ധാത്മാവിന് സെറിബ്രൽ ഹെമറേജ്. അസ്ഥിക്കാണെ വാദം പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പിന്നെ കർക്കിടക കഞ്ഞിയും കുഴമ്പും അല്ല. പരിശുദ്ധാത്മാവ് അവിടെ ഒന്നും അല്ല. റോമാലേഖനം എഴുതിയിട്ടുണ്ട്, നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടെ സാക്ഷ്യം പറയുന്നു. ഞാനും നിങ്ങളും ശരീരം 3 ഘടകം: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം ഈ കാണുന്ന ബോഡി, വസ്ത്രം ധരിച്ച ബോഡി. ദേഹി വികാരങ്ങൾ, ആശകൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, ഭാവനകൾ. അതാണ് ദേഹി. ഇമാജിനേഷൻ, ആഗ്രഹങ്ങൾ, ആശകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഇത് മുഴുവൻ ദേഹിയുടെ പ്രൊഡക്റ്റാ. ദേഹി. ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ തുടിപ്പാ. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. നമ്മുടെ ജീവനാ ദൈവത്തിന്റെ ആത്മാവേ. ദൈവത്തിന്റെ ശക്തിയാ നമ്മുടെ ആത്മാവ്, ജീവൻ. നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നിങ്ങളുടെ ജീവനെ മുട്ടിയിരിക്കുക. കേൾക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. കേൾക്കുന്നത് കാഹളം. കേൾക്കുമ്പോൾ ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരം മേലോട്ട് പോകും. പേടിക്കണ്ട, ഇവിടെങ്കിലും ജവം കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ കാര്യം ചിന്തിക്കണ്ട. പിന്നെ നമ്മുടെ ബോഡി രൂപാന്തരപ്പെടും. ഏലിയാവിനെ എടുത്ത് നിങ്ങൾക്കറിയാവോ? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും വന്നു. അവരെ തമ്മിൽ വേർതിരിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റ് കയറിപ്പോയി, ഉടുപ്പ് താഴോട്ട് വീണു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഇവിടെ നടക്കും. പൊന്നെ, സാരി ഷർട്ട് കൊടുക്കാൻ ഒത്തിരി എണ്ണം കൂടുകൂടെ. നമ്മൾ ഇവിടെ ഓടിപ്പോവും. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഒന്നാമത്തെ സംഭവം, വിശുദ്ധന്മാരെടുക്കപ്പെടും. എല്ലാവരും എടുക്കത്തില്ല. ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവർ, ജീവിതത്തെ ഭക്തിയിൽ സൂക്ഷിക്കുന്നവർ ദൈവവചനത്തിന്റെ ബോർഡറിൽ നിൽക്കണം. അല്ലാത്തവരൊന്നും മേലോട്ട് പോകത്തില്ല. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. 2, ഈ ഭൂമി വേസ്റ്റ്. 3 സംഭവം ഈ തലമുറയിൽ. 1, ഈ ലോകത്തിൽ നോക്കിക്കേ, ഈ ഭൂമിയിൽ ഏറ്റവും ദൈവത്തിന് പ്രിയപ്പെട്ടതുണ്ട്. അതങ്ങ് മാറും. അന്നേരം ഭൂമി വേസ്റ്റ്. ഈ ലോകത്തിൽ ഒത്തിരി വസ്തുക്കളുണ്ട്. കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറ്, പ്ലെയിന്, കെട്ടിടങ്ങളെ, ഇതെല്ലാം ഇല്ലേ? ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് എന്തുവാ? ഒന്ന് പറയാവോ? മനുഷ്യാത്മാവെന്ന് അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഡീപ്പായിട്ട് പറയണം. ഞാൻ പറയാം, നിങ്ങൾ പറയും. 70 ലക്ഷം രൂപ ചെലവിൽ തൃപ്പൂണിത്തറയിലൊരു വീട്. ആ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ടത് എന്താ നിങ്ങൾ പറയണം? ഫ്ലോറിംഗ് എല്ലാം ഗ്രാനൈറ്റ്. പോർച്ചിൽ ഇന്നലെ കൊണ്ടുവന്ന് 20 ലക്ഷം രൂപയുടെ കാറ്, ഇനോവ, നമ്പർ പോലും കിട്ടിയിട്ടില്ല, ചുമപ്പ് നമ്പരെ കിടക്കുക. ഇന്നലെ കൊണ്ടുവന്നിട്ടതാ. അതാണോ വിലപ്പെട്ടതെന്ന് പറയണം? മുറിക്കകത്ത് ഇഷ്ടം പോലെ 70,000 രൂപ 80,000 രൂപയുടെ ഫർണിച്ചർ. പുതിയ വീട്. ഒന്നും കഴിക്കാൻ മേലും ഫാഷൻ കാണിക്കാൻ 2 ഫ്രിഡ്ജ്. ഇഷ്ടം പോലെ സാരി, പാൻറ്, ഇതെല്ലാം ഉണ്ട്. ഒരു മുറിയിൽ ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിലിൽ ടോയ്ലറ്റിലും പോയി കിടപ്പുണ്ട്. ഇലക്ട്രിക് ഷോർട്ടേജ്. വീടിന് തീ പിടിച്ചു. ഗ്രഹനാഥനും ഗ്രഹനായികയെ ആദ്യം എന്തെടുത്ത് മാറ്റും? 20 ലക്ഷത്തിന്റെ കാർ ഇറക്കുവോ സാരി ഇറക്കുവോ? യെസ്. എന്താ കാര്യമെന്നറിയാമോ? അത് അവരുടെ രക്തമാണ്. കൊച്ചി ചിലപ്പം കറുത്തതായിരിക്കും, പക്ഷെ അത് അവരുടെ രക്തമാണ്. എൻ്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടത്. സഭയല്ലത്, മതമല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. എൻ്റെ യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല. യേശു മാനവജാതിയുടെ രക്ഷയുടെ ഏക പരിഹാരമാണ്. അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശു ഹല്ലേലൂയ ഒരു വിഭാഗത്തിന് വേണ്ടി വന്നവനല്ല. മാലാഖമാർ പറഞ്ഞത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. എല്ലാ ജനത്തിനും എല്ലാ കാലത്തും മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഇറങ്ങി വന്നവനാ, അല്ല മതം സ്ഥാപിക്കാൻ വന്നവനല്ല. അതൊക്കെ നേതാക്കന്മാരുടെ ആളുകളുടെ പരിപാടിയാ. അത് കോർണറൈസ് ചെയ്തത്. ആരവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർ ദൈവമക്കളാകുവാൻ അധികാരം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ഇനിയൊരു തിയറി പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന എന്നാണെന്നറിയാവോ? ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തിയാണ്.
എന്നിൽ നിങ്ങളിൽ. അപ്പൊ സ്വർഗം നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് 80 നില കെട്ടിടമല്ല, ഇവിടുത്തെ മറ്റൊന്നുമല്ല. സ്വർഗം നോക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ടത് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ. അവരെ അങ്ങ് പോയി. പിന്നെ ഭൂമി വേസ്റ്റ്. അതെടുക്കാൻ ഒരുവൻ വരും. നോക്കിക്കേ, വേസ്റ്റ്. പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും കല്യാണങ്ങൾ ഏത് സഭയിലോ ഏത് മതത്തിൽ നടന്നാലും കല്യാണത്തിൻ്റെ റിസപ്ഷൻ വീടുകളിലാണ്. ഇന്ന് സംസ്കാരം പരിഷ്കാരം മാറി. എൻ്റെ കല്യാണം 1968 പള്ളിയിലാണ് കല്യാണം നടത്തിയത്. ഞങ്ങൾ അന്ന് പറഞ്ഞ് കെട്ടിക്കയറ്റം എന്ന് പറയും. റിസപ്ഷൻ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ട. ഇന്ന് ആ പരിപാടിയില്ല. എവിടെ കല്യാണം നടത്തിയാൽ റിസപ്ഷൻ എവിടാ? ഓഡിറ്റോറിയത്തിലാണ്. അല്ലേ? ശ്രദ്ധിച്ചോ? നിങ്ങൾ കല്യാണം കൂടാത്തവരാരും ഇവിടെ ഇല്ല. കല്യാണത്തിന് അങ്ങോട്ട് പോയി. ബന്ധുക്കോസുകാരായ കല്യാണമാണ്. ഞങ്ങളെ പോലുള്ള ഭാഷമാരെ 2 മണിക്കൂർ ഇത് പ്രസംഗിച്ച് നിങ്ങളെ ശരിക്കും ബാധിക്കും. വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് ചൂടും ആയി. എറണാകുളമൊക്കെയാണ് ചൂടുവാ. വല്ല ചാതി എന്ന് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് കൊണ്ട് ഇരിക്കുക അല്ലേ? അപ്പോൾ ഓഡിറ്റോറിയത്തിന് കഴിഞ്ഞ് ഭക്ഷണത്തിന് അങ്ങോട്ട് ചെല്ലും. കേറ്ററിംഗുകാരനെ ഷട്ടർ അടച്ച് താഴെ ഇട്ടിരിക്കുക. ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വീഡിയോഗ്രാഫർ ഇരിക്കുന്ന പുള്ളി കൊണ്ടുപോകും. കണ്ടത്ത് പറമ്പിലും പൂന്തോട്ടത്തിലും കൊണ്ടുപോകും. അല്ലേ? അവനെ കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ദയവ് തോന്നണം ഇതിങ്ങോട്ട് കിട്ടണമെങ്കിൽ. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. എന്തിനാ? ഈ ഷട്ടർ ഒന്ന് പൊക്കാൻ. അല്ലേ? എന്നാ ക്ഷമയോടുള്ള നിപ്പ അല്ലേ? അവിടെ അറിയാം. BP ഉള്ളവരെയൊക്കെ അവിടെ അറിയാം. അന്നേരം നമ്മൾ ക്ഷണിച്ചവരാ അല്ലേ? നമ്മളിങ്ങനെ നിൽക്കുക ഈ ഷട്ടർ ഒന്ന് പൊക്കി കിട്ടാൻ. ക്ഷണിക്കാത്ത കുറച്ച് പുള്ളികൾ അപ്പുറത്ത് നിൽപ്പുണ്ട് 4 കാലയിൽ. ആര് ക്ഷണിച്ചതല്ല, ഇറച്ചിയുടെ മണം കേട്ട് വന്നതാ. അറിയാമല്ലോ പുള്ളികൾ ആരാണ്. അവർക്കും കൊടുക്കും കേറ്ററിംഗുകാരൻ. ഏതാ? നമ്മൾ കഴിച്ച വേസ്റ്റ്. യെസ്. ഏറ്റവും വിലപ്പെട്ടത് ദൈവമക്കളാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോയാൽ മനുഷ്യന്റെ ആത്മാവല്ല, ഏറ്റവും വിലപ്പെട്ടത് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ പോയി കഴിയുമ്പോൾ ഈ ഭൂമി വേസ്റ്റ് ആകും. അതെടുക്കാൻ ഒരുവൻ വരും. അവൻ 6 പേര് ബൈബിളിലുണ്ട്. നാളെ വൈകുന്നേരം അതാ ആദ്യം പറയുന്നത് സയൻസിൽ കൂടെ. 6 പേരുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്ന പേരാ: സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഈ ലോകത്തിന്റെ പ്രഭു, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, അധർമ്മമൂർത്തി. സാത്താൻ വെളിപ്പാട് 20, മൃഗം വെളിപ്പാട് 13:1, കള്ളപ്രവാചകൻ വെളിപ്പാട് 13:12. മൃഗം എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അത് ഓർത്തോണേ. ഈ ലോകത്തിന്റെ പ്രഭു, മ്ലേച്ഛതയിൽ ശൂന്യമാക്കുന്നവൻ, ഡെസൊല്യൂഷൻ, ഭയങ്കര മ്ലേച്ഛത പ്രവർത്തിക്കുന്നവൻ. അടുത്തത് അധർമ്മമല്ല, അധർമ്മമൂർത്തി. 7 വർഷം അവൻ ഭരിക്കും. നിങ്ങൾ നോക്കിക്കേ, ലോകത്തിലേക്ക് നോക്കിക്കേ. ഒരു 1 വേൾഡ് ഗവൺമെന്റിന്റെ മണം വരുന്നുണ്ട്. ഏത് രാജ്യത്ത് ചെന്നോ? 194 രാജ്യമുണ്ട് ഈ ഭൂമിയിൽ. എല്ലാ രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ എല്ലാവരും നല്ലവരാ, മിടുക്കരാ, സ്കോളേഴ്സാ, അല്ല ആരും മോശക്കാരല്ല. എന്നിട്ടും നോക്കിക്കേ, ഒരുത്തർക്കും തൃപ്തിയില്ല. മനസ്സിനകത്തൊരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാന്നറിയാമോ? ഒരാൾ ഈ ലോകത്തിൽ വരും, ഒരുവൻ ഈ ലോകം ഭരിക്കും. 7 വർഷം. തിരുവചനപ്രകാരം പറഞ്ഞാൽ 7 വർഷം ദൈവം ഈ ഭൂമി എഴുതി തള്ളും. അതിനാ ദൈവദാസന്മാരുടെ ഭാഷ മഹോപദ്രവം. ഇനി അടുത്തത് റാപ്ചർ. ദൈവമക്കൾക്കൊരു ഇൻസിഡന്റ്, ലോകത്തിനൊരു ആക്സിഡന്റ്. അത് പറയാം. അതാണ് ഏറ്റവും അപകടം. ഈ കെട്ടിടത്തിൽ എന്ത് സംഭവിച്ചെന്ന് ഈ റോഡിൽ അറിയത്തില്ല. തെളിയിക്കാൻ പോവുക നാളെ ഞാൻ. അല്ല, കർത്താവ് വന്നു, ഒരുപാട് ദൈവമക്കൾ എടുക്കപ്പെട്ടു, പിറ്റേ ദിവസം ട്രെയിൻ ഓടി, പത്രം വന്നു, അതൊന്നും ചിന്തിക്കണ്ട. ഒരു പണിയും നടക്കത്തില്ല. ഈ ലോകം നിശ്ചലമാകും. ഈ ലോകം സ്തബ്ധം. എന്തിന്? 2 മഴ പെയ്താൽ തീർന്നു. അപ്പോഴേ വരാൻ പോകുന്ന സംഭവം കേട്ടോണം. വലിയ അപകടം ഈ ലോകത്തിന് വരാൻ പോവുക. അത് വിളിച്ചറിയിക്കുക. ഞങ്ങൾ ബോഷന്മാരെ പോലെ വിളിച്ചറിയിക്കുക. പണ്ടൊരു ഉപദേശി 100 കൊല്ലം വിളിച്ചു പറഞ്ഞൊരു കൂവ് മാത്രം കിട്ടി. 100 വർഷമാ വിളിച്ചു പോയത്. വെള്ളം വരുതേ, വെള്ളം വരുതേ. കേട്ടവനെല്ലാം പറഞ്ഞു അവന് വട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ കർത്താവ് ഒരു പരിപാടിയും കൂടെ കൊടുത്തു. ഇവനോട് പറഞ്ഞു കപ്പലെ കയറിയിരിക്കാൻ. കൊച്ചിക്കാർക്കറിയാം കപ്പൽ കിടക്കുന്നത് എവിടെയാ? കടലില്ല. ഈ നോക കയറിയിരുന്ന കപ്പൽ എവിടെ? കരയ്ക്കൊരു കപ്പൽ പണിതിട്ട് അതിനകത്തോട്ട് കയറി വെള്ളം പൊങ്ങുന്നു. അവന് എന്തൊക്കെ കിട്ടിയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. 7 ദിവസം 1000 രൂപ. കേട്ട തെറിയെല്ലാം മിച്ചം. എറിഞ്ഞ് എന്തുമാത്രം അന്ന് ജനലുള്ള കാലമില്ല. തടി ഒടിഞ്ഞു കാണും. ഒരെണ്ണം ഗുണം പിടിച്ചതല്ല അല്ലേ? പക്ഷേ ഒരു സംഭവം ഉണ്ടായി. വെള്ളം അങ്ങോട്ട് വന്നു, കപ്പലങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി. ഒരു പണി ദൈവം നമ്പരാൻ. പെട്ടകം പണിതത് നോഹ. ആശാരിമാരെ കൊണ്ടാണോ എന്തായാലും കാശ് കൊടുത്താലും എന്തോ. കതക് വെച്ചത് നോഹ, വ്യാപാരി പിടിച്ചത് നോഹ, പൂട്ടിയത് വെളിയിൽ നിന്ന് തമ്പുരാൻ. അകത്തിട്ട് പൂട്ടിക്കളഞ്ഞു. താക്കോൽ കൊടുത്തില്ല. ശ്രദ്ധിച്ചാൽ കാണാം. തമ്പുരാൻ പൂട്ടി സ്വർഗത്തിൽ പോയി, വെളിയിൽ നിന്ന് പൂട്ടി. നമ്മൾ ചില കുഞ്ഞുങ്ങളെ അമ്മച്ചിമാർ ജോലിക്ക് അകത്തിട്ട് പൂട്ടുകയില്ലേ, ആ പണിയാ കാണിച്ചത്.
നോഹയും ഭാര്യയെ മക്കളെ മരുമക്കളെ അകത്തിട്ട് പൂട്ടി തമ്പുരാൻ താക്കോലും കൊണ്ടുപോയി. വെള്ളം കൊണ്ട് എന്നാ കാര്യമെന്ന് അറിയാം. കാര്യമുണ്ട് ഇതിനകത്തെ. 100 കൊല്ലം കിടന്ന് പ്രസംഗിച്ചതാ, ഒരെണ്ണം ഗുണപ്പെട്ടില്ല. ചീത്ത വിളിച്ചു. നോഹയുടെ ചേട്ടൻ, ഞാനങ്ങ് ഭാവനെ പറയാം, കുഞ്ഞവറാച്ചൻ, ഇവന് വട്ടാ, വല്ലമ്പത്ത് കൃഷി ചെയ്യേണ്ടി വരെ കപ്പലും ഉണ്ടാക്കി കയറിയിരിക്കുക എന്ന് പറഞ്ഞു. വെള്ളം അങ്ങോട്ട്, അവൻ വെള്ളം അടിക്കുന്നവനാ. അവൻ വെള്ളം അങ്ങോട്ട് പൊങ്ങിയപ്പോ ഉണ്ടല്ലോ, അവൻ അടിച്ചടിച്ചു, എടാ തുറക്കടാ. നോഹയുടെ താക്കോൽ ഉണ്ടായിരുന്ന കറക്റ്റ് തുറന്നകത്ത് കയറിയ അച്ചായനല്ലേ അല്ലേ? ഇതിനകത്ത് കയറ്റി ഗുണപ്പെടുത്താം. നോഹയുടെ ഭാര്യയുടെ അനിയത്തി സാറാമ്മ അതുവരെ കൂവിയതാ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ചീത്തയും വിളിച്ച് അല്ലലിയാൻ പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞ സാറാമ്മ കപ്പലിന്റെ വെളിയിൽ വന്ന് നോഹയുടെ ഭാര്യ വിളിച്ച്, കുഞ്ഞമ്മയെ തുറക്കടി, താക്കോൽ ഉണ്ടായിരുന്ന കുഞ്ഞമ്മ. അച്ചായ അനിയത്തിയല്ലേ തുറന്നു കേട്ടെ, എന്റെ ദൈവത്തിനറിയാം കുണം പിടിക്കാത്തതിനകത്ത് കയറിയ കപ്പൽ പോക്ക. എന്റെ ദൈവം വാതിൽ അടച്ചതുപോലെ രക്ഷയുടെ വാതിൽ ഈ തലമുറയിൽ എന്റെ കർത്താവ് അടയ്ക്കും. ഞാനൊരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല. സംഭവിക്കാൻ പോകുന്നത് സയൻസിൽ കൂടെയും രാഷ്ട്രീയ സംഭവം കൂടെ ഞാൻ തെളിയിക്കും. മെടുക്കൊണ്ടല്ല, കഴിവുകൊണ്ടല്ല, കൃപ കൊണ്ട്. ദൈവമക്കളെ, ഇത് വയറ്റിപ്പഴപ്പിന് ഇറങ്ങിയതല്ല. ജെയ്സനൊക്കെ എന്നെ അറിയാം. കനത്ത ശമ്പളം മേടിച്ചുകൊണ്ടത് സീനിയർ എക്സിക്യൂട്ടീവാ. 1800 ഏക്കർ ഉണ്ടായത് തേയിലത്തോട്ടത്തിന്റെ സീനിയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്ത ആളാ. അത്ര ശമ്പളം ഉണ്ടായത്. ബ്രിട്ടീഷ് കമ്പനി കയറിയവനാ ഞാൻ. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ് രാജിവെച്ചിറങ്ങേ, അത്യാവശ്യമായിട്ട് ലോകത്തോട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രാജിവെച്ചിറങ്ങിയതാ. എൻ്റെ കർത്താവിൻ്റെ മിടുക്കില, എൻ്റെ മിടുക്കിലല്ല, എൻ്റെ കൃപയിലല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയൻ ഈ തലമുറയിൽ വരും. നാളെ നമ്മൾ തെളിയിക്കും. ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ ഷാർപ്പാ. ഐ ആം വെരി ഹാപ്പി. നിങ്ങളും വളരെ ഷാർപ്പാ, അതിലും വളരെ സന്തോഷം. വായിക്കുന്നതിനൊക്കെ ഷാർപ്പാ, പോകാനും ഷാർപ്പാകണം. ഇന്ന് രാത്രി ഈ വചനത്താൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സന്തോഷമില്ലാത്തവരെല്ലാം കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ ഇല്ല, സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് രാത്രി ഈ വചനത്താൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.